4-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വചനത്തിൽ ഈശോ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുത്തു വെച്ച് വായിക്കുന്നുണ്ട്. കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഭാഗം ആത്മാവിൽ ദരിദ്രരായവർക്ക് സദ്വാർത്ത അറിയിക്കുന്ന ആ ഒരു ഉത്തരവാദിത്വമാണ് ഇന്ന് സിസ്റ്റർ ആൻമരിയ, നമ്മുടെ കൂടെ ആയിരിക്കുന്ന സിസ്റ്റർ ആൻമരിയ ഏറ്റെടുത്തിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും തന്നെ എല്ലാവർക്കും തന്നെ സിസ്റ്റർ സുപരിചിതയാണ്. കേരളത്തിലുടനീളം തമ്പുരാന്റെ വചനം അറിയിച്ച സദ്വാർത്ത അറിയിച്ചുകൊണ്ട് ഓടി നടക്കുന്ന സിസ്റ്റർ. സേക്രഡ് ഹാർട്ട് സഭാംഗമാണ്. ഒരു കന്യാസ്ത്രീ ആയിരുന്നുകൊണ്ട് തന്നെ, ഒരു സിസ്റ്റർ ആയിരുന്നുകൊണ്ട് തന്നെ മറ്റുള്ളവരെക്കാളും എല്ലാവരെക്കാളും ഉപരിയായിട്ട്, പ്രത്യേകിച്ച് ഞങ്ങൾ വൈദികരൊക്കെ ചിന്തിക്കുമ്പോൾ ഞങ്ങളെക്കാളൊക്കെ ഒത്തിരിയേറെ തമ്പുരാന്റെ വചനം പ്രഘോഷിക്കുകയും അതുപോലെ താല്പര്യത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സിസ്റ്ററാണ് സിസ്റ്റർ ആൻമരിയ. യൂട്യൂബിലൊക്കെ സിസ്റ്ററിന്റെ ടോക്കുകൾ ഒത്തിരി നമുക്ക് കേൾക്കാവുന്നതാണ്. ഇപ്പോൾ സിസ്റ്റർ ആയിരിക്കുന്നത് സിറോ മലബാർ സഭയുടെ ഗ്രേറ്റ് ബ്രിട്ടൻ, ഇംഗ്ലണ്ടിലുള്ള ഗ്രേറ്റ് ബ്രിട്ടന്റെ ബ്രിസ്റ്റൺ ആസ്ഥാനമായിട്ടുള്ള ബ്രിട്ടനിൽ അവിടുത്തെ സുവിശേഷവൽക്കരണ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിട്ടും ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറായിട്ടുമാണ് സിസ്റ്റർ ഇപ്പോൾ അവിടെ ശുശ്രൂഷ ചെയ്യുന്നത്. സിസ്റ്റർ ഇപ്പോൾ ഇന്ത്യയിലില്ല. സാമ്പിക്കൽ പിതാവ് സിസ്റ്ററിനെ അവിടെ നിയമിച്ചിരിക്കുകയാണ്. ഒത്തിരി സ്നേഹത്തോടെ രതീഷ് ബ്രദർ സിസ്റ്ററെ സമീപിച്ചപ്പോൾ സിസ്റ്റർ ഇന്നത്തെ ശുശ്രൂഷ നയിക്കാമെന്ന് സമ്മതിക്കുകയും ഇപ്പോൾ നമ്മുടെ കൂടെ ആയിരിക്കുകയും ആണ്. ഒത്തിരി സ്നേഹത്തോടെ ബഹുമാനപ്പെട്ട ജോസഫിന്റെ പേരിലും നമ്മുടെ കോർഡിനേറ്റർ ആയിരിക്കുന്ന രതീഷ് ബ്രദറിന്റെ പേരിലും ഈ കൂട്ടായ്മയുള്ള മറ്റെല്ലാ വൈദികരുടെയും സന്യസ്തരുടെയും ആത്മായ പ്രേക്ഷകരായ നിങ്ങൾ ഓരോരുത്തരുടെയും നാമത്തിൽ സിസ്റ്ററെ ഒത്തിരി സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും 3 നന്മ നിറഞ്ഞ മറിയും ചൊല്ലി സിസ്റ്ററെ സമർപ്പിച്ച് ഇന്നത്തെ ശുശ്രൂഷകളിൽ സിസ്റ്റർ വഴിയായിട്ട് തമ്പുരാന്റെ കൃപ സമൃദ്ധമായിട്ട് നമ്മളിലേക്ക് കടന്നു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീയുടെ നിങ്ങൾ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, ഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി നന്മ നിറഞ്ഞ മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി സമയത്തും ആമേൻ. യേശുമിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സിസ്റ്റർ നമുക്ക് ആരംഭിക്കാം ശുശ്രൂഷ. ഈശോയിൽ ഏറ്റവും ബഹുമാനപ്പെട്ട വൈദികരെ, ഏറ്റവും പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ കൂട്ടിച്ചേർത്തിരിക്കുന്ന ഈ ദിനത്തിൽ ഒരു നിമിഷം നമുക്കൊന്ന് കണ്ണുകളടയ്ക്കാം. അവന്റെ തിരുപ്പിറവിക്ക് വേണ്ടി ഏറ്റവും അടുത്ത് ഒരുങ്ങുന്ന ഈ ദിനങ്ങളിൽ ദിവ്യകാരുണ്യനാഥ, നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടാൻ അനുവദിച്ചതോർത്ത് നന്ദി പറയുന്നുവെന്ന് നമുക്ക് പറയാം. സങ്കീർത്തന പുസ്തകം 79-ാം അധ്യായം 8-ാമത്തെ വചനത്തിന്റെ 2-ാം ഭാഗം തൊട്ട് ഞാൻ ഇന്ന് വായിക്കുകയാണ്. അങ്ങയുടെ കൃപ അതിവേഗം ഞങ്ങളുടെ മേൽ ചൊരിയണമേ, ഞങ്ങൾ തീർത്തും നിലം പറ്റിയിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തെ പ്രതി ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ മോചിപ്പിക്കുകയും ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ചെയ്യണമേ.
പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ദിവ്യകാരുണ്യ നാഥന്റെ ചുറ്റും നാം ആയിരിക്കുമ്പോൾ സങ്കീർത്തനന്റെ ഈ പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരപ്പെടണം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വചനം ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്: കൃപയും സത്യവും യേശു ക്രിസ്തു വഴി ഉണ്ടായി. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും യേശു ക്രിസ്തു വഴി ഉണ്ടായി. കൃപയും സത്യവും നിറഞ്ഞ ഒരു മഹത്വം. പ്രിയപ്പെട്ടവരെ, ആ കൃപ, ഉൾക്കൂട്ടിൽ ജാതനായ കർത്താവിന്റെ കൃപ അതിവേഗം നമ്മുടെ മേൽ ചൊരിയണമെന്ന് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് സങ്കീർത്തകൻ പറയുകയാണ്, ഞങ്ങൾ തീർത്തും നിലം പറ്റിയിരിക്കുന്നു, ഞങ്ങൾ തീർത്തും നിലത്താണ് കിടക്കുന്നത്. കർത്താവെ, കൃപയില്ലെങ്കിൽ എഴുന്നേൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഞങ്ങൾ. കർത്താവെ, ചുറ്റും കൂടിയിരിക്കുന്ന ഞങ്ങൾക്ക് നിന്നെ ഒന്ന് നോക്കാനോ വചനം കേൾക്കാനോ ഹൃദയത്തിലേക്ക് അത് എടുക്കാനോ ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾ തീർത്തും നിലം പറ്റിയിരിക്കുകയാണ്. അതിനാൽ നിന്റെ കൃപ അതിവേഗം ഞങ്ങളുടെ മേൽ ചൊരിയണം. എന്നിട്ട് ഈ കൃപയുടെ പ്രത്യേകത പറയുകയാണ്: ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, ജാതനായ കൃപ രക്ഷയാണ്. അങ്ങയുടെ നാമത്തിന്റെ മഹത്വമാണ്, ദൈവനാമത്തിന്റെ മഹത്വമാണ് ഉണ്ണി ഈശോ. വീണ്ടും അടുത്ത വചനം പറയുകയാണ്: അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ മോചിപ്പിക്കണം. നമ്മുടെ പാപങ്ങളുടെ മോചനമാണ് ഉൾക്കൂട്ടിലെ ജാതനായ കർത്താവ്. വീണ്ടും പറയുകയാണ്, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. പ്രിയപ്പെട്ടവരെ, പഴയ നിയമ ജനത കൃപ പ്രതീക്ഷിച്ചിരുന്നവരാണ്. ആ കൃപ രക്ഷയാണ്, പാപമോചനമാണ്, മഹത്വമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ഈ വചനത്തിലൂടെ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും അവന്റെ രക്ഷ, അവന്റെ മഹത്വം, വ്യക്തി ജീവിതങ്ങളിൽ പാപമോചനം, കർത്താവിന്റെ കൃപ ഒഴുകിയിറങ്ങാൻ നമുക്കൊന്ന് ആഗ്രഹിക്കാം. കർത്താവെ, ഈ കൂട്ടായ്മയെ ബഹുമാനപ്പെട്ട വൈദികരുടെ പൗരോഹിത്യ അഭിഷേകത്തോട് ചേർന്ന് കർത്താവെ അങ്ങേ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, ഞങ്ങളെ ഒന്ന് നോക്കണം. അപ്പ പല വിധത്തിൽ തളർന്നു വിരിക്കുന്ന ജീവിതങ്ങൾ ഈ കൂട്ടായ്മയിലുണ്ട്. ഈശോയെ, കരുണയുള്ള കണ്ണ് ഞങ്ങളുടെ നേരെ തിരിക്കണം. കർത്താവെ, നിന്റെ കരുണയുള്ള കണ്ണ് ഞങ്ങളുടെ നേരെ തിരിക്കണം. ഒരുപാട് ആഗ്രഹത്തോടെ, കൃപ എന്ന് ലഭിക്കാതെ ഈ കൂട്ടായ്മ വിട്ടുപോകില്ല എന്നുള്ള വിശ്വാസത്തോടെ കർത്താവെ, നിന്റെ കൃപ അതിവേഗം ഞങ്ങളുടെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി മനസ്സുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. അധികാരമുള്ള നാമത്തിൽ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 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 ശരീരത്തിൽ സ്വതന്ത്രമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി, നന്ദി. കൃപ വന്നു വസിച്ച കൃപയുടെ ഉറവിടമാകുന്ന പരിശുദ്ധയമ്മ, കൃപ നിറഞ്ഞു നിൽക്കുന്ന ഈശോയാകുന്ന കൃപ നിറഞ്ഞു നിൽക്കുന്ന ആ പരിശുദ്ധയമ്മയെ ചേർത്ത് പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഈശോമിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട അഗസ്റ്റിനച്ചൻ പറഞ്ഞ നല്ല വാക്കുകൾക്കും സ്വാഗതത്തിനും ഒക്കെ നന്ദി പറയുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ,
കർത്താവിന്റെ കൂടെ അല്പനേരം തിരുവചനത്തിന്റെ ആഴത്തിലൂടെ കടന്നു പോവുകയാണ് നാം. ഈശോ ഇന്ന് പ്രഭാതത്തില് വിശുദ്ധ കുർബാനയിലെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ അവസരം തന്നു. ഈശോയെ, ഈ ജനത്തോട്, നിന്റെ തിരുപ്പിറവിക്ക് വേണ്ടി ഒരുങ്ങുന്ന ഈ ജനത്തോട് എന്താണ് അപ്പ പങ്കുവെക്കേണ്ടത് എന്ന് ചോദിച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഈശോ എനിക്ക് തന്ന വചനങ്ങൾ 3 വചനങ്ങളാണ്. ആ 3 വചനങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ ഒന്ന് കടന്നു പോവുക. പ്രിയപ്പെട്ടവരെ, വചന സമയത്ത് ഞാനും നിങ്ങളും ഹൃദയം കർത്താവിന് കൊടുക്കണം. നിങ്ങളെ വചന പ്രഘോഷണ സമയത്ത് നക്ഷത്രം സന്ദർശിക്കണം. നമുക്കറിയാം, ഈശോയുടെ ജനന സമയത്ത് ജ്ഞാനികൾ കർത്താവിനെ തേടി വരിക നക്ഷത്രത്തെ പിന്തുടർന്നുകൊണ്ടാണ്. അല്ലാതെ നക്ഷത്രത്തെ അവര് വന്നപ്പോ നക്ഷത്രം കൂടെ വന്നു എന്നല്ല വചനം പറയുക. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 2 മുതലുള്ള വചനങ്ങളിൽ ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്. എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജ്ഞാനികൾ നക്ഷത്രത്തെ പിന്തുടർന്ന് വന്നവരാണ്. പ്രിയപ്പെട്ടവരെ, കാർഡിനൽ മർത്തീരി ഇപ്രകാരമാണ് നക്ഷത്രത്തെ വ്യാഖ്യാനിച്ചിരിക്കുക. നക്ഷത്രം എന്ന് പറഞ്ഞാൽ അതൊരാന്തരിക സ്വരമാണ്, പരിശുദ്ധാത്മാവിന്റെ സ്വരമാണ്, ദൈവത്തിന്റെ സ്വരമാണ്. അപ്പോൾ ഈ വചന ശുശ്രൂഷയിൽ കർത്താവിന്റെ ജനനത്തിന് വേണ്ടി ഒരുങ്ങുന്ന നമ്മളോട് കർത്താവ് ആദ്യമേ പറയുകയാണ്, കർത്താവിന്റെ സ്വരം നയിച്ചുകൊണ്ടേയിരിക്കണം, നിന്നെ വഴി നടത്തിക്കൊണ്ടേയിരിക്കണം. ഒരു നക്ഷത്രമായിരിക്കണം എപ്പോഴും നിന്നെ നയിക്കേണ്ടത്. ഇവിടെ വചന പ്രഘോഷകരില്ല. ഇവിടെ ബലിപീഠത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന ദിവ്യകാരുണ്യ നാഥൻ മാത്രമേ ഉള്ളൂ. അവന്റെ പരിശുദ്ധാത്മാവിൽ നമ്മുടെ ആത്മാവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കും. ഓ കർത്താവെ, നക്ഷത്രം ആത്മീയ സ്വരം ജ്ഞാനികളെ ഈശോയിലേക്ക് എത്തിച്ചതുപോലെ അപ്പ ആത്മാവിന്റെ സ്വരം എന്നെ സ്വർഗത്തോട് അടുപ്പിക്കണമേ എന്ന് മക്കൾ പ്രാർത്ഥിക്കണം. നമ്മുടെ വീടുകളിലൊക്കെ സ്റ്റാറുകൾ നോക്കുമ്പോ ഈ ഒരു ചിന്ത മനസ്സിൽ വെക്കണം. നക്ഷത്രം എന്നെ എപ്പോഴും ദൈവ സ്വരത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കണം. എന്റെ കർത്താവ് ഇപ്പോൾ എന്നോട് എന്താ പറയുക? എന്റെ ഈശോ എന്നോട് എന്താ പറയുക? സ്വർഗം എന്നോട് എന്താ പറയുക? നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഈ ഒരു ചിന്ത ഈ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ. ആ നക്ഷത്രത്തെ കുറിച്ച്, ദൈവ സ്വരത്തെ കുറിച്ച് ഒരു ചിന്തയും ദൈവ സ്വരം കേൾക്കാൻ ഒരാഗ്രഹവും ഉണ്ട് എങ്കിൽ നിശ്ചയമായും പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണി നിന്റെ ജീവിതത്തിൽ ഈശോ നിന്റെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് വചന ശുശ്രൂഷയുടെ സമയത്ത് ഈ ഒരു കാര്യം നിങ്ങൾ ആദ്യമേ മനസ്സിൽ വെക്കണം. കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ ആന്തരിക സ്വരം എന്നെ ഉണ്ണിയിലേക്ക് എത്തിക്കണമേ, സ്വർഗത്തിലേക്ക് അടുപ്പിക്കണമേ, സ്വർഗീയ സ്നേഹത്തിലേക്ക് ആനയിക്കണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, എനിക്കറിയാം ഈ കൂട്ടായ്മയിലായിരിക്കുന്ന അനേകർക്ക് ഒരുപാട് വേദനകള്, സങ്കടങ്ങള്, ഭാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ ശുശ്രൂഷ സമയത്ത് നിങ്ങൾ സങ്കടങ്ങൾ ഒന്നുമല്ല നിങ്ങൾ ഓർക്കേണ്ടത്. നിങ്ങൾ ഓർക്കേണ്ടത് ഈശോയെ എനിക്ക് വേണം, എനിക്ക് ഈശോയെ വേണം, മറ്റൊന്നും നമുക്കിപ്പോ വേണ്ട, ഈശോ മതി. ഈശോയെ കിട്ടാൻ വേണ്ടി കൊതിക്കുന്ന ഒരനുഭവത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ പോവുകയാണ്. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ ആ ആന്തരിക സ്വരം നമ്മെ നയിക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, എപ്പോൾ ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു കൊച്ചു കാര്യം, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു കൊച്ചു കാര്യത്തെ കുറിച്ച് നമ്മൾ 3 പേര് ഇങ്ങനെ ചർച്ച ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഓർത്തു, ഇത് ആരോടും അങ്ങ് പങ്കുവെക്കണ്ട, വേണമെങ്കിൽ പറയാം, പറഞ്ഞാൽ കുഴപ്പമൊന്നുമുള്ളൊരു കാര്യമല്ല, എന്നാലും ഇത് അത്യാവശ്യമുള്ള, ഇവിടെ നമ്മുടെ ചുറ്റുപാടുമൊക്കെ നമുക്ക് ഒത്തിരി സ്നേഹിതരും ബെനഫാക്ടേഴ്സും ഒക്കെ ഉണ്ട്, നമ്മളെല്ലാം ഷെയർ ചെയ്യാറുണ്ട് അവരോടൊക്കെ. അപ്പൊ ഇത് ആരോടും പറയണ്ട എന്ന് മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് ഞങ്ങൾ 3 പേര് ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാണ്, നമ്മളെല്ലാ കാലത്തും സഹായിക്കുന്ന ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ആളോട് പറയാത്തത് കൊണ്ട് പ്രത്യേകിച്ച് പശ്ചാത്താപമൊന്നും എനിക്ക് തോന്നിയില്ല. എല്ലാം ചെയ്തവരും എല്ലാ കാര്യങ്ങളും സഹായിക്കുന്ന ആളാണ്. പറയാത്തത് കൊണ്ട് പശ്ചാത്താപം തോന്നിയില്ല. പക്ഷെ ഇന്നലെ രാത്രിയില് ഞാൻ 1 മണിയൊക്കെ ആയപ്പോൾ ഏകദേശം എഴുന്നേറ്റു. ഇങ്ങനെ പെട്ടെന്ന് ഈശോനോട് പറയുകയാണ്, പറയാതിരിക്കുന്നത്, കാരണം അവൻ അത്രയും നമ്മളോട് അടുപ്പം കാണിക്കണം, പറയാതിരിക്കുന്നത് തെറ്റാണ്. നീ എത്ര
എത്രയും പെട്ടെന്ന് അതൊന്ന് പങ്കുവെക്കണം, അതൊന്ന് പറയണം. ഈശോ എന്നോട് പറയണം. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്ന് കുർബാനയിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, പറഞ്ഞില്ലെന്നത് അതൊരു പാപമല്ല, പക്ഷെ അത് പറയുമ്പോൾ അവിടെ ആ ബന്ധം ക്ലിയർ ആവുകയാണ്. അത് സ്വരമാണ്, ദൈവ സ്വരം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അനുനിമിഷം നമ്മളെ പഠിപ്പിക്കും. കർത്താവ് നമ്മളെ നന്മയിലേക്ക് ഈശോ നയിക്കുമ്പോ ഈ ഒരു സ്വരം ശ്രവിക്കാൻ നമുക്ക് പറ്റണം പ്രിയപ്പെട്ടവരെ. ഈശോ ഇങ്ങോട്ട് ഇറങ്ങി വന്ന എന്തിനാ? നമ്മളെ സ്വർഗത്തിന്റെ സ്വരം കേൾപ്പിക്കാനാ, പിതാവിന്റെ ഇഷ്ടങ്ങൾ നമ്മളെ പഠിപ്പിക്കാനാണ്. അപ്പൊ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോ ഒരു വ്യക്തിയിൽ ആദ്യം നടക്കേണ്ടത് അവനിൽ ദൈവ സ്വരം കേൾക്കാനുള്ള ഒരു കൃപ വെളിപ്പെടുക എന്നുള്ളതാണ്. അതാണ് ഈശോയുടെ കൃപ. ഈശോ നമ്മുടെ കൂടെ നിൽക്കുമ്പോ അവന്റെ സ്വരം കേൾക്കാൻ ഒരു കൃപ എനിക്കും നിങ്ങൾക്കും വേണം. ഏത് തകർച്ചയും ആയിക്കൊള്ളട്ടെ, എത്ര വലിയ വേദനകളും ആയിക്കൊള്ളട്ടെ. അപ്പൊ ഈ ദിവസങ്ങളില് ഒരു പെൺകുട്ടി, അവള് സൗദിയിലാണ്, അവളുടെ ഹസ്ബൻഡ് അവളെ തിരിഞ്ഞുപോലും നോക്കിയില്ല. പാവങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണം മുഴുവൻ നാട്ടിലേക്ക് അയക്കുകയാണ്. എല്ലാം അയച്ചു. അവൾ ഈ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു 55 ലക്ഷത്തിന്റെ വീട് മേടിച്ചു. ഇവനൊന്നുമില്ല, ഇവൻ കപ്പല് ജോലിയുള്ള മനുഷ്യനാണ്, പക്ഷെ ഒരു രൂപ പോലും കയ്യിലില്ല. ഇവന്റെ മുഴുവൻ സമ്പാദ്യങ്ങളും ദൂർത്തടിച്ച് കളഞ്ഞു. അപ്പൊ സ്വന്തമായിട്ട് കല്യാണം കഴിഞ്ഞ് 6 വർഷമായി, മക്കളില്ല, ഒരു വീടെങ്കിലും വേണം നമുക്ക് ആഗ്രഹമാണ്. അപ്പോൾ ഇവളൊരു വീട് മേടിക്കാൻ തീരുമാനിച്ചു. ഇവിടെ ഉള്ള സ്വർണവും കടവും ഒക്കെ മേടിച്ചും കൂട്ടി വെച്ച പൈസയൊക്കെ വെച്ച് വീട് മേടിക്കുകയാണ്. അപ്പോ വീട് മേടിച്ചു ഉടനെ ഇവൻ പറഞ്ഞു, എന്റെ പേര് തന്നെ ആ വീട് എഴുതണം, എന്റെ പേര് എഴുതാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ പേര് തന്നെ എഴുതുവാണെങ്കിൽ ഞാൻ ആ വീട്ടിൽ വന്ന് അന്വേഷിക്കും, കാര്യങ്ങളൊക്കെ നടത്തും. അപ്പൊ ഒരു വിധത്തിലും നീതിക്ക് ചേരാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അവൾ എനിക്ക് മെസ്സേജ് ചെയ്തു, സിസ്റ്ററെ, ഞാൻ ഇനി അവനുമായി യാതൊരു കൂട്ടുമില്ല, കാരണം ചേട്ടൻ എന്നോട് സ്നേഹമില്ല, എന്നെ വേണ്ട, എന്റെ പണം മതി, എന്റെ വീട് മതി, എന്നെ വേണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇനി അവരോട് മിണ്ടില്ല, വീട്ടുകാരോട് മിണ്ടില്ല. അവള് ഫോൺ, പപ്പന്റെ അമ്മയുടെയും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു, എല്ലാവരുടെയും ബ്ലോക്ക് ചെയ്തു, നമ്പരെല്ലാം ബ്ലോക്ക് ചെയ്തു, അവൾ ആരുമായിട്ടൊരു കോണ്ടാക്ട് ചെയ്തു. അപ്പൊ അവൾ എന്നിട്ട് മിനിഞ്ഞാന്ന് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ്, സിസ്റ്ററമ്മേ, ഞാനാണെങ്കിൽ ഇപ്പൊ ഏകദേശം 1.5 മാസമായി ജോബിനോടും അപ്പനോടും അമ്മയോടും ഒക്കെ മിണ്ടിയിട്ട്. പക്ഷെ എനിക്ക് തോന്നുവാ ഇത് ഇങ്ങനെ പോയാൽ ശരിയാകില്ല. ഇന്നലെ കൊന്തയെടുത്ത് ചെല്ലാൻ നിൽക്കുമ്പോ എന്റെ അടുത്തോട്ട് വന്ന് ആരോ പറയുന്നവര് തോന്നുവാണ് ഇത് ശരിയല്ല എന്ന്. എന്നോട് സ്വരം സംസാരിക്കുക. ഞാൻ വിളിച്ചു സിസ്റ്ററമ്മേ, ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇഷ്ടമുള്ള പോലെ ഏട്ടന്റെ പേരിൽ എഴുതിക്കോ എന്ന് പറഞ്ഞ് ഞാനങ്ങ് ക്ഷമിച്ചു. പ്രിയപ്പെട്ടവർ, ഇത് ചെറിയ കാര്യമായിരിക്കാം, പക്ഷെ ഈ ഒരു സ്വരമാണ് ഈശോയിലേക്ക് അടുപ്പിക്കുക നമ്മളെ. നമുക്ക് ഇങ്ങനെ ഒരു പ്രേരണ, അത് വലിയ കാര്യം ചെയ്യാനാണേലും ചെറിയ കാര്യം ചെയ്യാനാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണേലും ഈശോ അത് ആഗ്രഹിക്കുക. ഞാനും നിങ്ങളും ഒക്കെ എത്ര കൊന്ത എലിയാലും എത്ര കൈ വിരിച്ചു പിടിച്ചാലും എന്റെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ നക്ഷത്രം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വരമാണ്. അപ്പോൾ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ട മക്കളെല്ലാം പ്രാർത്ഥിക്കേണ്ടതും ചോദിക്കേണ്ടതുമായ ഒന്നാമത്തെ കൃപ, ഈശോയെ നിന്റെ സ്വരം കേൾക്കാൻ ഒരു കൃപ തരണം. അതെന്തിനാ? നാളെ പോയി വലിയ അത്ഭുതങ്ങൾ ചെയ്യാനല്ല, നാളെ ഒരാളെ കുറിച്ച് പരകഥയെ ജ്ഞാനം വെച്ച് പറയാനൊന്നുമല്ല. വ്യക്തി ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന ഒരു സ്വരം. ജ്ഞാനികൾ വന്നു, നക്ഷത്രത്തെ പിന്തുടർന്ന് പുൽക്കൂട്ടിലോട്ടെത്തി, അവര് തിരിച്ചു പോയത് മറ്റൊരു വഴിക്കാണ്. നമുക്കതിന് ഇങ്ങനെ ചിന്തിക്കാം, ജീവിതത്തെ വഴി മാറ്റി വിടും നക്ഷത്രം. മറക്കരുത്, നക്ഷത്രം ഇങ്ങനെ നമ്മളെ കൊണ്ടുവന്ന് കർത്താവിന്റെ അടുത്ത് എത്തിച്ചാൽ, അവനെ കണ്ടാൽ, അതായത് ദൈവ സ്വരം കേട്ട് നീ ഈശോയുടെ അടുത്ത് എത്തിയാൽ പിന്നെ നിന്റെ ലൈഫ് ചേഞ്ച് ആയി വഴി മാറി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവാം, സമാധാനം, പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരിക്കും ഈ ക്രിസ്മസ് നാളില്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാൻ ഒറ്റ കാര്യമാണ്, ഈ സ്വരം കേൾക്കേണ്ടത് വ്യക്തി ജീവിതത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. വ്യക്തി ജീവിതത്തിലെ ചില വിശുദ്ധീകരണങ്ങൾ നടക്കുമ്പോ കർത്താവിന്റെ സ്വരം ഞാനും നിങ്ങളും കേൾക്കാൻ തുടങ്ങും. ആ സ്വരം കേട്ടാൽ ജീവിതത്തിന് മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും. നമ്മൾ ആഗ്രഹിക്കുന്നതിനപ്പുറത്ത് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അതാണ് ഒന്നാമത്തെ കൃപ, കർത്താവ് നമുക്ക് തരാൻ പോകുന്ന കൃപ. പ്രിയപ്പെട്ട മക്കളെ, ഒന്ന് കണ്ണുകൾ അടച്ച് നമ്മുടെ ജീവിതത്തെ ഈശോയ്ക്ക് കൊടുക്കും. ബാക്കിയുള്ള എല്ലാ ആവശ്യങ്ങളും വിട്ടേക്ക്. ഇപ്പൊ വ്യക്തി ജീവിതത്തിൽ ദൈവ സ്വരം കേട്ട് അതിനെ ഒന്ന് മാറ്റണം. അതിന് ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഞാനും നിങ്ങൾ ഒന്നും പൂർണ്ണരല്ല, അനുനിമിഷം മാറേണ്ടവരാണ് നമ്മള്. ഈശോയെ കാണുമ്പോ, ഈശോയുടെ സ്വരം കേട്ട് ഈശോയിലേക്ക് എത്തുമ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടാവുക. കർത്താവേ, എന്നെ ഒന്ന് മാറ്റാൻ ദൈവ സ്വരം കേൾക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റണേ. നക്ഷത്രത്തെ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തി,
ദൈവസ്വൽക്കുന്ന ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണമേ, ജീവിതത്തെ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ മക്കളെ. കർത്താവ് തന്നെ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ മേൽ അഭിഷേകത്തിന്റെ കൃപ ഒഴുക്കുമെന്ന് പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന. ഹല്ലേലൂയ, 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 ഒരു ശക്തമായ സന്ദേശം തരിക. 47 വയസ്സോളം പ്രായമുള്ള ഒരു വ്യക്തി, ശക്തമായ മുട്ടുവേദനയാണ്. മുട്ടുവേദന മുട്ട് മടക്കാൻ പോലും പറ്റുന്നില്ല, വേദനയുണ്ട്. ആ വേദനയെ ഈശോപ്പോൾ എടുത്തു മാറ്റി സൗഖ്യം തന്നൊരു സന്ദേശം കർത്താവ് ഈ സമയം തന്നെ തരികയാണ്. നിങ്ങൾ ഒന്നിനും വേണ്ടി പ്രാർത്ഥിക്കേണ്ട, നിങ്ങൾ ഈശോയ്ക്ക് വേണ്ടി, ഈശോയെ കിട്ടാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക. അവിടെ കർത്താവ് ഇടപെട്ടോളും. ആരും ഒന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഈശോയെ, എനിക്ക് നിന്റെ സ്വരം കേൾക്കണം, എന്റെ ജീവിതത്തെ മാറ്റണം. ഈശോയെ കണ്ട മാറും, നമ്മുടെ ജീവിതം മാറാൻ തുടങ്ങും. നമുക്ക് മാറണം. അനുനിമിഷം വിശുദ്ധീകരിക്കുന്ന ഒരു വ്യക്തിയായി, വിശുദ്ധീകരണമുള്ള ഒരു വ്യക്തിയായി നമുക്ക് മാറണം. പരിശുദ്ധ അമ്മയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് നമ്മളോട് ക്രിസ്മസ് ദിനത്തിൽ ഇതിനുവേണ്ടി ഒരുങ്ങുമ്പോ ഈശോ പറഞ്ഞു, ഒരു നക്ഷത്രം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവസ്വരം കേൾക്കുന്ന ഒരവസ്ഥ നമുക്ക് വേണം. രണ്ടാമത്തെ കാര്യം, പുൽക്കൂട്ടിലെ ജാതനായ കർത്താവിനെ കുറിച്ച് പറയുകയാണ് ലൂക്കാ 2:10. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള, സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സത്വാർത്തയാണ് ഈശോ. സന്തോഷത്തിന്റെ സത്വാർത്ത സഭാപിതാക്കന്മാര് അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചിരിക്കുക ഇപ്രകാരമാണ്: ഈ സത്വാർത്ത എന്ന് പറയുന്നത് കരുണയാണ്. കരുണ. അപ്പൊ നമ്മുടെ കുറവുകളെ കർത്താവിന്റെ പക്കലേക്ക് വെച്ച് തിരിച്ചറിഞ്ഞ്, എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്ത് പറയണ്ട എന്ന് ഞാൻ എന്റെ കൂടെയുള്ളവരോട് പറഞ്ഞ് ഞാൻ ആ ഒരു ബന്ധത്തിൽ നിന്ന് അല്പം അങ്ങ് മാറി നിന്നപ്പോ അത് തെറ്റാണെന്ന് ഈശോനോട് പറഞ്ഞു തരികയാണ്. അപ്പൊ ഈശോനോട് പറയുകയാണ്, എന്റെ അവസ്ഥ മനസ്സിലാക്കി പറയാൻ ഞാൻ തീരുമാനം എടുക്കുകയാണ്. കുർബാനയിൽ ഈശോ എനിക്കത് പറഞ്ഞു തരുന്നു, ഞാൻ തീരുമാനം എടുക്കുകയാണ്. അതാണ് എനിക്ക് കർത്താവിന്റെ കരുണയായി മാറുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുമ്പോ അവന്റെ കരുണ, ആ സത്വാർത്തയ്ക്ക് 2 അർത്ഥങ്ങളാണ് സഭാപിതാക്കന്മാർ പറയുക. ഒന്ന്, ഈ സത്വാർത്ത എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരുണയാണ്. രണ്ടാമത്തെ കാര്യം, ഈ സദ്വാർത്ത എന്ന് പറയുന്നത് ദൈവത്തിന്റെ മഹത്വമാണ്. അപ്പോൾ ഞാൻ നക്ഷത്രത്തിന്റെ ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ തുടങ്ങുമ്പോ എന്നെ തേടി വരിക കർത്താവിന്റെ കരുണയാണ്. എന്നെ തേടി വരുന്നത് കർത്താവിന്റെ കരുണ. 2, ദൈവത്തിന്റെ മഹത്വമാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇവിടെയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക. ഞാനും നിങ്ങളും ചോദിക്കുന്നതിലധികമായി കരുണ ചൊരിയുന്ന കർത്താവിനെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഇന്നലെ വന്ന ഒരു ടെസ്റ്റ് മണി ഇപ്രകാരമാണ്. ഞാൻ ഈ നാട്ടിലേക്ക് ഇങ്ങോട്ടേക്ക് എത്തി നവംബർ 13-നാണ്. അപ്പൊ നവംബർ 11-ാം തീയതി ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്കാണ്, അടുക്കി പിറക്കാൻ സമയം. അപ്പൊ തൃശ്ശൂർ എന്നൊരു 7 പേര് ഒരു സിസ്റ്റർ കൂട്ടിക്കൊണ്ടുപോയി. അപ്പൊ എനിക്കാണെങ്കിൽ കൗൺസിലിംഗ് കൊടുക്കാൻ സിസ്റ്റർ വരുമെന്ന് പറഞ്ഞു. പക്ഷെ 7 പേരെന്നൊക്കെ പറയുമ്പോൾ ഒന്നാമത്തെ സമയമില്ല, ഭയങ്കര ടൈറ്റാണ്, അടുക്കി പിറക്കണം. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാനാണ് മടുത്തൊരു, എനിക്ക് മിണ്ടാൻ പോലും പറ്റാതിരിക്കണം. സിസ്റ്റർ 7 പേരെയും കൊണ്ട് വരുന്നത്. അപ്പൊ അവര് ഭയങ്കര ആഗ്രഹിച്ചാണ് വരുന്നത്. കൗൺസിലിംഗ് കൊടുത്തല്ലേ പറ്റൂ. എന്റെ ഈശോ, എനിക്ക് ഒരു ശക്തിയില്ല, എന്നാലും സിസ്റ്റർ ഞാൻ ഒരു വാക്ക് പറഞ്ഞു, അതൊരു കരുണയായിരിക്കും എന്നോട് പറഞ്ഞു. അപ്പൊ മാനുഷ്യ രൂപത്തിൽ എനിക്ക് പറ്റില്ല, എന്നാലും വേണ്ടില്ല എന്നോർത്ത്. അപ്പൊ ഒരു ഹിന്ദു ചേച്ചിയുണ്ട്, കൺവേർട്ടഡ് ആകുന്നുള്ളൂ, ആ ചേച്ചി വന്നിട്ടുണ്ട്. ഞാൻ ഈ ചേച്ചിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കും. പെട്ടെന്ന് ഈശോ എന്നെ കാണിച്ചു തരികയാണ്, ഒരു ഫ്ലൈറ്റ് യാത്രയാണ്. ഞാൻ പറഞ്ഞു, ചേച്ചി ഒരു ഫ്ലൈറ്റ് യാത്രയാണ് കാണിക്കുന്നത്, വീട്ടിലാരെങ്കിലും വിദേശത്ത് പോകാനോ വല്ലതും ആഗ്രഹിക്കുന്നുണ്ട്? ചേച്ചി പറഞ്ഞു, ഞാനൊന്നും അങ്ങോട്ട് പോകുന്നില്ല സിസ്റ്റർ, എനിക്ക് 2 മക്കളേ ഉള്ളൂ. ആ ഇളയവന്റെ കാര്യമാണെങ്കിൽ അതൊരു ഹോപ്പ്ലെസ് ആണ്.
അവൻ ഒരു സ്റ്റഡി വിസയ്ക്ക് കാനഡയ്ക്ക് അപ്ലൈ ചെയ്തു, ഒന്നും നടന്നിട്ടില്ല. അവൻ ഇപ്പൊ ആകെ മൊത്തം ഡെസ്പായിട്ട് അവൻ ഇഷ്ടമുള്ള കൂട്ടുകെട്ടിൽ മൊബൈലിൽ അഡിക്റ്റ് ആയിട്ട് നടക്കുക. അത് ഓർക്കുമ്പോൾ എനിക്ക് കണ്ണീരാണ്. അപ്പൊ പെട്ടെന്ന് ഈശോനോട് സംസാരിക്കുകയാണ്. ഈശോനോട് പറയാണ്, ഞാൻ അവളോട് കരുണ കാണിക്കും. ഈശോ പെട്ടെന്ന് പറയാണ്. എന്നിട്ട് ഈശോ പറഞ്ഞു, 11-ാം തീയതി അവന്റെ ജീവിതത്തിൽ ഞാൻ ഇടപെട്ടിരിക്കും. അങ്ങനെയാണ് ഈശോ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി അപ്പൊ ശരിക്കും പറഞ്ഞ എന്റെ കാണാൻ നവംബർ 11-ാം തീയതിയാണ്. അപ്പൊ ഇനി ഡിസംബർ 11 ശരിക്കും നാളെ ആകാൻ പോകുന്നെന്ന് ഓർക്കണം. ഇന്നലെ എനിക്ക് ടെസ്റ്റിമണിയാണ് ചേച്ചി അയച്ചിരിക്കുന്നത്. സിസ്റ്ററെ, എനിക്ക് എന്ത് പറയണം എന്ന് എനിക്കറിയില്ല. ദൈവത്തെ, ദിവികാരുടെ ഈശോയെ ഞാൻ മുഖത്തോട് മുഖം കണ്ടുമുട്ടി. ഞാനൊന്ന് മനസ്സിൽ വെച്ചാ ഞാൻ വീട്ടിലേക്ക് വന്നത്. അവന്റെ ഈ ദുഷിച്ച നടപ്പ് കാണുമ്പോൾ എനിക്ക് സങ്കടമാണ്. കർത്താവെ കരുണ കാണിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുവാണ്. സിസ്റ്ററെ, ഇന്നലെയാണ് എനിക്ക് വന്നത്, മിനിഞ്ഞാന്നാഴ്ച സംഭവം വന്നിരിക്കുന്നത്. അവന്റെ എല്ലാ കുഴഞ്ഞു മറിഞ്ഞു കിടന്ന് എല്ലാം ബ്ലോക്കായിട്ട് കിടന്ന കാര്യം റെഡിയായി. അവന് വിസ വന്നു. അതിന്റെ അകത്ത് ഒരു കാര്യം എഴുതി വെച്ചിരിക്കുകയാണ്, 11-ാം തീയതിക്ക് മുൻപ് അവൻ കാനഡയിൽ എത്തണം. അതാണ് കൊടുത്തിരിക്കുന്നത്. ഇവരോട് പറയാണ്, സിസ്റ്ററെ, ആ ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ ഒരു കരുണയാണ് പ്രിയപ്പെട്ടവരെ. കരുണ കർത്താവിന്റെ നമ്മളെ തന്നെ ചേച്ചി പറയാണ്, ഞാൻ സിസ്റ്റർ ഒരു കൊച്ചു പാപം പോലും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം, കാരണം പഴയകാല പ്രശ്നങ്ങൾ പാപങ്ങളൊക്കെ എനിക്കുണ്ട്. ഞാൻ ചേച്ചി, ഈശോ കരുണയാണ്. വിശുദ്ധീകരണം ആഗ്രഹിക്കുന്നു അവന്റെ ജീവിതത്തിൽ ദൈവം മാറ്റങ്ങൾ കൊടുക്കുകയാണ്, കുടുംബത്തിൽ മാറ്റങ്ങൾ കൊടുക്കുകയാണ്. അതാണ് കരുണ. ആ കരുണ വഴി ഇപ്പൊ അവനൊരു വലിയ അനുഗ്രഹം കിട്ടിയപ്പോഴത്തേക്കും ചേച്ചിക്ക് കർത്താവിന്റെ മഹത്വം കൺമുമ്പിൽ വെളിപ്പെട്ട അവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പുൽക്കൂട്ടിലെ മഹത്വവും കരുണയും കിട്ടണമെങ്കിൽ ഒന്നാമതായി ഒരു വിശുദ്ധീകരണം, ദൈവ സ്വരം കേൾക്കുന്ന ഒരു വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇനി അടുത്ത കാര്യം, ജ്ഞാനികൾ കർത്താവിന്റെ അടുത്ത് ചെന്നു. അവരാരും നിസ്സംഗതയോടെ നിന്നില്ല. ആട്ടിടയുടെ കർത്താവിന്റെ അടുത്ത് ചെന്നു, അവരും നിസ്സംഗതയോടെ നിന്നില്ല. പുൽക്കൂട്ടിൽ ചെന്ന ഒരു വ്യക്തിയും നിസ്സംഗതയോടെ നിന്നില്ല. മാലാഖമാര് നിസ്സംഗതയോടെ നിന്നില്ല. അവരെല്ലാം എന്ത് ചെയ്തു? ആക്ട് ചെയ്തു. എങ്ങനെയാ? ജ്ഞാനികൾ ഉള്ളത് മൊത്തം സമർപ്പിച്ചു, ആട്ടിടയന്മാരും ഉള്ളത് മൊത്തം സമർപ്പിച്ചു. മാലാഖമാർ അവർക്ക് പറ്റുന്ന എന്താണ്? അവർ പാടി. അപ്പൊ ഇനി എന്റെ ജീവിതത്തിൽ ഈ കരുണയും ഈ മഹത്വവും വെളിപ്പെടും തോറും ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ആക്റ്റീവായിരിക്കണം, ഞാൻ നിരന്തരം കർത്താവിനെ സ്തുതിച്ചോണ്ടിരിക്കണം. എനിക്ക് പറ്റുന്ന പോലെ നന്മ ചെയ്യണം. അതൊക്കെ ഈശോ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുക. എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. കർത്താവിനെ പാടി സ്തുതിക്കുക. വിശുദ്ധീകരിക്കപ്പെടുന്ന നിമിഷങ്ങളിൽ കരുണ ഇങ്ങനെ ഒഴുകിയിറങ്ങും. ചെറിയ കാര്യമായിരിക്കും, ആ ചെറിയ കാര്യത്തിലേക്ക് ദൈവം ഇടപെടാൻ തുടങ്ങും. ഞാൻ ഇന്നലെ ഒരു ചേച്ചിയായിട്ട് ഇവിടെ സംസാരിച്ചു. ഭയങ്കര പ്രാർത്ഥനയുള്ള 6 മക്കളുള്ള ഒരു കുടുംബമാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കും. എന്നോട് പറയാണ്, ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത കരുണ എന്നൊക്കെ പറയുന്നത് വളരെ വലുതാ. എന്നിട്ട് ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. എന്നിട്ട് പറയാ, ഹസ്ബൻഡ് കേൾക്കണം ഒരു അത്ഭുതം. എന്റെ ഭാര്യ പ്രഗ്നന്റ് ആണ്, ടിന്നാണ്. അപ്പം അതുകൊണ്ട് അവള് നാട്ടിൽ പോകാൻ വേണ്ടി ഞങ്ങൾ എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോ അവക്ക് യാത്ര ചെയ്യാൻ ഒട്ടുമില്ല. കാരണം ഏകദേശം സമയമൊക്കെ അടുത്തിരിക്കുന്ന സമയം, ക്ഷീണമാണ്. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, എന്റെ ATM കാർഡുമായിട്ട് പോയി ചേട്ടൻ കുറച്ച് പൈസ എടുക്കണം. ശരിക്കും പറഞ്ഞ ഇവിടെ UK അവനോന്റെ ATM കാർഡുമായിട്ട് അവനോൻ തന്നെ ചെല്ലണമെന്നാണ് ശരിക്കുമുള്ള നിയമം. അപ്പോ ഈ ചേട്ടൻ എന്ത് ചെയ്തു? ഇങ്ങനെ പറഞ്ഞെങ്കിലും വേറൊരു മാർഗം ഇല്ലാത്തോണ്ട് ഇതും കൊണ്ട് അങ്ങ് പോവാ. ഇതും കൊണ്ട് അങ്ങ് ചെന്നു. അവിടെ ചെന്ന് ഇതങ്ങോട്ട് ഇട്ടു. അതിന്റെ അകത്ത് എടുക്കാൻ താമസിച്ചു. കാർഡ് അതിന്റെ അകത്തേക്ക് പോയി. അപ്പൊ ഇവിടെ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര റൂളാണല്ലോ, നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ പറയേണ്ട കാര്യമില്ല. അതിന്റെ അകത്തേക്ക് പോയി, പെട്ടിക്കകത്ത് പോയി. പിന്നെ ഉടനെ പെട്ടെന്ന് മുട്ടി, മാതാവ് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു മുട്ടി തുറന്നു. അപ്പൊ അയാൾ ഇങ്ങനെ കാർഡ് പോയി. എടുത്തപ്പോ അതിൽ എഴുതിയിരിക്കുന്ന ചേച്ചിയുടെ പേര് ശാന്തി. ഇത് ചേട്ടനാണ്. എന്ത് ചെയ്യും? എന്നെ ചെയ്യാൻ പറ്റും. ഇനി അത് വലിയ പ്രശ്നമാകും. ഹോണസ്റ്റ് അല്ല എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ വിഷയമാകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഈ മനുഷ്യൻ പറയാണ്, കർത്താവേ, മാതാവേ, എന്നെ ഒന്ന് സഹായിച്ചേക്കണേ. അറിയാം, ഞാൻ അങ്ങനെ പറഞ്ഞ നിമിഷം ഇയാൾ എന്നോട് ചോദിച്ചു പേരെന്താണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു ശാന്തി എന്നാണ്. ശരിക്കും ചേട്ടന്റെ പേര് ശാന്തി അല്ല, ഷാജിയാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ നോക്കി ഓക്കെ എന്ന് പറഞ്ഞ് തിരിച്ചു തരുവാ. എന്നിട്ട് എന്നോട് പറയാണ്, ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത് ഇതൊന്നുമല്ല, ഒന്നിനൊന്ന് ദൈവം ഇങ്ങനെ കരുണ വാരിക്കോരി എന്റെ ജീവിതത്തിൽ ചൊരിയുകയാണ്. അവർ ഓരോരുത്തരും ഇങ്ങനെ കർത്താവ് ഇവിടെയൊക്കെ കണ്ടുപിടുന്ന ചില ജീവിതങ്ങൾ വിശുദ്ധ ജീവിതങ്ങളാണ്. അവരിങ്ങനെ കർത്താവിന് വേണ്ടി അങ്ങോട്ട് ഇരിക്കുവാണ്, മുഴുവൻ സമയം ഇരിക്കുവാണ്. അപ്പൊ നമ്മള് ഈശോയെ കണ്ടിങ്ങനെ നമുക്ക് നിസ്സംഗത ഇല്ല കേട്ടോ. ഉൾക്കൂട്ടിൽ ഉണ്ണിയെ കണ്ടാൽ ജീവിതത്തിൽ നിസ്സംഗത പാടില്ല. നമ്മൾ നിസ്സംഗരാകുന്നുണ്ടെങ്കിൽ, നിസ്സംഗത കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ
കർത്താവിനെ ദർശിക്കാത്തത് കൊണ്ടാണ്. നിസ്സംഗതയില്ല. കാരണം പുൽക്കൂട്ടിൽ ചെന്ന ജ്ഞാനികൾ കർത്താവായി ഉണ്ണിയെ ഏറ്റെടുത്തു. അതുപോലെ തന്നെ ആട്ടിടയർ മനം തുറന്ന് സ്വീകരിച്ചു. മാലാഖമാര് പാടി. ഇപ്പൊ ഈ നിസ്സംഗതയുള്ളവരൊന്നും യഥാർത്ഥത്തിൽ കർത്താവിനെ സ്വീകരിച്ചിട്ടില്ല. ഞാൻ വലിയ വലിയ കാര്യങ്ങൾ, കൊലപാതക വ്യഭിചാരത്തെ കുറിച്ച് ഒന്നും ഇന്ന് പറയില്ല. ഇത് വ്യക്തി ജീവിതത്തിന്റെ വിശുദ്ധീകരണ മേഖലയാണ് സംസാരിക്കാൻ ഈശോ പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാം, നമ്മൾ സ്വയമാണ് ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഭർത്താവിന്റെ കാര്യങ്ങളല്ല നോക്കേണ്ടത്, ഭാര്യയുടെ കാര്യമില്ല. മറിച്ച് എന്റെ വ്യക്തി ജീവിതത്തിൽ നിസ്സംഗതയായ ഒരു അവസ്ഥ എനിക്കുണ്ടോ? സ്വയം വിശുദ്ധീകരിക്കപ്പെടാത്ത ഒരവസ്ഥ എനിക്കുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ചില മേഖലകൾ. ഉണ്ണി ഈശോ അതാണ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുക. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു അവസ്ഥ നമുക്കുണ്ടാകണം. അവിടെയാണ് കൃപ വെളിപ്പെടാൻ തുടങ്ങുക. ഒന്നുകൂടി ഒന്ന് കണ്ണുകൾ അടച്ച്, ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ നിസ്സംഗതയോടെ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ നന്മ ചെയ്യാം, സ്തുതിക്കാം, പ്രാർത്ഥിക്കാം. ചിലപ്പോൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാകാം, ചിലപ്പോൾ കാര്യം കാണാനുള്ള പ്രാർത്ഥനയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, മാലാഖമാര് ദൈവ മഹത്വം ഭൂമിയിലേക്ക് ഇറങ്ങിയതോർത്താ പാടി സ്തുതിച്ചത്. അല്ലാതെ അവർക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടല്ല. ദൈവത്തിന്റെ മഹത്വം ഭൂമിയിലേക്ക് നമ്മളിലേക്ക് എത്തിയതോർത്ത് ദൈവത്തെ സ്തുതിച്ചു. അപ്പോൾ അടുത്തുള്ളവന്റെ നന്മ കണ്ട് സ്തുതിക്കാൻ നിനക്ക് പറ്റിയാൽ നിസ്സംഗതയില്ല. അത് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അവിടെയൊക്കെ നമ്മൾ നിസ്സംഗതരാണ്. നമ്മള് കർത്താവിനെ സ്വീകരിച്ചിട്ടില്ലെന്ന് അതിനർത്ഥം. അപ്പൊ ഈശോയോട് പറയും, ഈശോയെ എന്റെ ജീവിതത്തിന്റെ ഈ ചെറിയ ചെറിയ മേഖലകള് ഒന്ന് ഏറ്റെടുക്കണം, നമ്മൾ മൊത്തം വിശുദ്ധീകരിക്കണം. കാരണം മഹത്വം ഭൂമിയിലേക്ക് ഇറങ്ങിയത് നിന്നിൽ വെളിപ്പെടണമെങ്കിൽ, കാരണം മഹത്വം ഭൂമിയിൽ ഇറങ്ങിയത് അമലോത്ഭവയായ ഉത്ഭവ ഭാവരഗതിയായി പരിശുദ്ധ അമ്മയിലാണെങ്കിൽ, അതേ മഹത്വം നിന്റെ ജീവിതത്തിൽ വചനമാകുന്ന ഈശോ ജനിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, കൊച്ചു കൊച്ചു പാപങ്ങൾ പോലും പൂർണ്ണമായി മാറ്റിയെടുക്കണം. അത് ഈശോ ആഗ്രഹിക്കുകയാണ്. സ്തുതിച്ചു പ്രാർത്ഥിച്ചേ, കർത്താവെ കഴുകണേ, വിശുദ്ധീകരിക്കണമേ, എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്ക്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണയായിരിക്കണമേ കർത്താവേ, ഈശോയെ കൃപയിലായിരിക്കണമേ, സഹോദരങ്ങളുടെ വലിയൊരു അഭിഷേകം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പറയുന്ന ഒരു വ്യക്തി ഈശോ പേര് ചൊല്ലി വിളിച്ച് ഈ സമയം അനുഗ്രഹിക്കുന്നതായിട്ട് പരിശുദ്ധാമ്മ വെളിപ്പെടുത്തുകയാണ് കേട്ടോ. ശക്തമായിട്ട്. അതുപോലെ തന്നെ തലയുടെ ഇവിടെ നിറകം തലയിലാണ് പെയിൻ അനുഭവിക്കുന്ന ഒരു വ്യക്തി നാളുകളായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നും രോഗങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ആ പീഡ ഇപ്പോൾ ഈശോ എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നതായിട്ട് പരിശുദ്ധാമ്മ വെളിപ്പെടുത്തുന്നുണ്ട്. വീട് പണിയാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 വർഷമായിട്ട് നടക്കുന്നേ ഇല്ല. അതോർത്ത് ഭാരപ്പെടുന്ന ഒരു കുടുംബത്തിന് മേൽ കർത്താവിന്റെ കരം വെളിപ്പെടുന്നതായി പരിശുദ്ധം വെളിപ്പെടുത്തുന്നു. കർത്താവ് ഈ കൂട്ടായ്മയിലേക്ക് നീ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പ മഹത്വം വെളിപ്പെടണം. കർത്താവെ കുറവില്ലാത്ത സമ്പന്നത, ദൈവകൃപയുടെ കുറവില്ലാത്ത സമ്പന്നത ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയോട് ചേർന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ഈശോ നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ നമ്മളൊരു നക്ഷത്രത്തിന്റെ സ്വരം കേൾക്കാൻ, ഒപ്പം ഈശോയെ നിസ്സംഗതയോടെ സമീപിക്കരുത്. അവന് മുഴുവനായിട്ട് കൊടുത്തേക്കണം. നിങ്ങൾ ഏതവസ്ഥയാണെങ്കിലും അത് മൊത്തം കൊടുത്താൽ അടുത്തത് പുൽക്കൂട്ടിലെ ഈശോ തരുന്ന കൃപയെന്ന് പറയുക ആനന്ദമാണ്. കരുണ കിട്ടും, നിനക്ക് മഹത്വം കിട്ടും. ആ സമയത്ത് നീ പാടി പാടി സ്തുതിക്കുമ്പോ നിന്റെ ഉള്ളിൽ ആരും എടുത്തു മാറ്റാത്ത ഒരാനന്ദം തരും. അത് കർത്താവിനെ കാണുന്നവർക്കുള്ളതാണ്. കർത്താവിനെ കണ്ടാലേ അത് കിട്ടുകയുള്ളൂ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എന്റെ പ്രിയപ്പെട്ട മക്കളെ അത് ശ്രദ്ധിച്ചോണം. എത്ര മുറിപ്പാടിലും ആനന്ദം കിട്ടണം.
ഇന്നലെ ഒരു വ്യക്തിയുമായിട്ട് ഞാൻ സംസാരിക്കാനിടയായി. എല്ലാം ഒത്തിരി പേരും വിദേശത്തുള്ളവരുമായിട്ടാണ് എനിക്ക് അധികം കണക്ഷൻസ്. അപ്പോ വർഷങ്ങളായിട്ട് വീടിനും മക്കൾക്കും ഒക്കെ വേണ്ടി ഭാര്യ ഇങ്ങനെ അധ്വാനിക്കുകയാണ്. 4 വർഷമായിട്ട് ഇങ്ങനെ അധ്വാനിച്ചു. അടുത്ത നാളിലാണ് അറിയുന്നത് ചേട്ടൻ വേറൊരാളുമായിട്ട് സ്നേഹത്തിലാണ്. സ്നേഹം എന്ന് മാത്രമല്ല, 14 ലക്ഷം രൂപ ഒരാഴ്ച വേണമെന്ന് പറഞ്ഞ് മേടിച്ചു, ബിസിനസ് നടത്താനാന്ന് പറഞ്ഞു. പിന്നത്തെ ആഴ്ചയിലും 14 ലക്ഷം രൂപ എടുത്തു. അങ്ങനെ 28 ലക്ഷം രൂപ 2 ആഴ്ച കൊണ്ട് തീരുകയാണ്. എന്നിട്ട് പറഞ്ഞു, എടി നീ ക്ഷമിക്കലേടി, പൈസ മുഴുവൻ നഷ്ടത്തിലായി, ബിസിനസ് ഒന്നും ശരിയാകുന്നില്ല, സാധനമില്ല, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങ് മുന്നോട്ട് പോയി. പിന്നീട് അറിയുവാണ് വേറൊരാൾക്ക് കൊടുത്തതാണ് ഇതെല്ലാം, വേറൊരു സ്ത്രീയുമായിട്ട് തെറ്റായ ബന്ധമുണ്ട്, ഇതെല്ലാം അറിഞ്ഞു. ക്ഷമിക്കാൻ പറ്റുന്നില്ല, രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ എന്നെ വിളിച്ചപ്പോ ഞാനൊരു വചനം പറഞ്ഞു കൊടുത്തു. സങ്കീർത്തനം 73:25. കർത്താവേ, സ്വർഗത്തിൽ അങ്ങല്ലാതെ മറ്റാരായിരിക്കുള്ളത്, ഭൂമിയിൽ അങ്ങയല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഈ വചനം റിപ്പീറ്റ് ചെയ്ത് പറയാം. കർത്താവെ, നീ അല്ലാതെ ആരും എനിക്കില്ല, എനിക്ക് ആരുമില്ല, ഇതങ്ങ് റിപ്പീറ്റ് ചെയ്തൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. എനിക്ക് പറ്റിയെന്ന് പറഞ്ഞ് കുറെ നേരം പൊട്ടിക്കറി. ഞാൻ കുറെ സമയം കൊടുത്തു ആ വ്യക്തിക്ക്. കാരണം അവരുടെ വേദന എന്ന് പറഞ്ഞാൽ ചെറുതല്ല, അത് വഞ്ചിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഒരു കുടുംബത്തിൽ പങ്കാളികളെ വഞ്ചിക്കപ്പെടുന്ന ഒരു അവസ്ഥ ആർക്കും, പുരുഷനാണേലും സ്ത്രീ ആണേലും, അവർക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോ ഈ വചനം അങ്ങ് പറഞ്ഞു കൊടുത്തത് ഈശോയെ സ്വന്തമാക്കുന്ന അവസ്ഥയാണ്. ഇത് പറഞ്ഞ് ആ നിമിഷം എന്നിട്ട് പറയാണ്, അത് ജോലിക്ക് പോയിട്ടൊക്കെയാണ് കണ്ണിൽ നിന്ന് കണ്ണീര് ഒഴുകുക, പക്ഷെ റിപ്പീറ്റ് ചെയ്ത് വചനം പറയും. അതിനുശേഷം നാട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഫോൺ വിളിക്കുമ്പോഴൊന്നും അധികം ഒന്നും സംസാരിക്കല. നാട്ടിലെത്തി കഴിഞ്ഞ് ഹസ്ബൻഡ് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എനിക്ക് തെറ്റിപ്പോയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നോട് പറയാ, ഞാൻ ഇന്നലെ രാത്രി എന്നോട് ചോദിച്ചു എന്റെ കൂടെ കിടക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ കിടന്നു. ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് പോയി കിടന്നു. എന്നോട് സിസ്റ്റർ വചനത്തിലൂടെയൊക്കെ പറഞ്ഞു തന്നില്ലേ ക്ഷമിക്കണമെന്ന്. ഇപ്പൊ എന്റെ ഉള്ളിൽ ഭയങ്കര ഒരു ശാന്തതയാണ്. എനിക്കാണെങ്കിൽ ആ സ്ത്രീയെ കാണുമ്പോ അതിന്റെ കാൽപാത്രം തൊടാൻ എനിക്ക് തോന്നുന്നു. കാരണം അവരിൽ ഈശോ നിറഞ്ഞിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടല്ലോ പ്രശ്നങ്ങളില്ലാത്ത ഒരവസ്ഥ പോലും ഇല്ല. എപ്പോഴും തന്നെ പ്രശ്നങ്ങളുണ്ട് ഇഷ്ടം പോലെ. നമ്മുടെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോ എന്നിലും നിങ്ങളിലും നിറയേണ്ട ഒരു കാര്യമാണ് ഇന്നർ ജോയ്, ഒപ്പം ഇന്നർ പീസ്. അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാമത്തെ വചനം. അവിടെ ഈശോയെ കുറിച്ച് പ്രവാചകൻ പ്രവചിച്ചു വെച്ചിരിക്കുന്ന 4 കാര്യങ്ങളിൽ ഒരു കാര്യമാണ് പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിന്റെ രാജാവ്. ഞാൻ വചനം വായിക്കാം. 9-ാം അധ്യായം 6-ാമത്തെ വചനം. എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. നമുക്കൊരു ശിശു, പുൽക്കൂട്ടിൽ ജാതനായ ഈശോ. വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ കർത്താവ് ജനത്തിനും പ്രവചിച്ചു വെച്ചിരിക്കുകയാണ്, ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ദൈവപുത്രൻ എനിക്കും നിങ്ങൾക്കുമായി നൽകപ്പെട്ടിരിക്കുകയാണ്. അതാണ് യോഹന്നാൻ 3:16. തന്റെ ഏകജാതൻ വിശ്വസിക്കുന്ന ഒരു നശിച്ചു പോകാതിരിക്കേണ്ടത് അല്ല, തന്നിൽ വിശ്വസിക്കുന്ന ഒരുവന് നശിച്ചു പോകാതിരിക്കുന്ന നിത്യജീവൻ ഉണ്ടാകാൻ വേണ്ടി തന്റെ ഏകജാതൻ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ പുത്രനെ കുറിച്ചാണ് യെശയ്യാ പ്രവാചകൻ പറയുക. പുത്രനെ ഇങ്ങോട്ട് തന്നു. ഇനി എന്താണ്? ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. ആ വചനത്തിലേക്ക് ഞാൻ പിന്നീട് വരും. അടുത്ത വചനം ഇതാണ്: ശക്തനായ ദൈവം, വിസ്മയനായ ഉപദേഷ്ടാവ്, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ്. 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം വിസ്മയനായ ഉപദേഷ്ടാവ്, ഒരു വണ്ടർഫുൾ കൗൺസിലർ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഉപദേഷ്ടാവ്. ഈശോ ഭൂമിയിലേക്ക് യാതനായ പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയെ കുറിച്ച് കാലമൊപ്പം പ്രവാചകൻ പറയുകയാണ്, പ്രിയപ്പെട്ട ജനമേ, നിനക്കിതാ വിസ്മയനായ ഉപദേഷ്ടാവിനെ തരികയാണ്. എനിക്കും നിങ്ങൾക്കും വിസ്മയനായ ഉപദേഷ്ടാവ് ഉണ്ടെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞ നക്ഷത്രം, കർത്താവിന്റെ സ്വരം. കർത്താവിന്റെ സ്വരം ഈശോയെ സ്വീകരിക്കുന്നവർക്ക് ഈ ഒരു അവസ്ഥ, കർത്താവിന്റെ സ്വരം കേൾക്കാൻ തുടങ്ങുമ്പോ, ഈശോയുടെ സ്വരം കേൾക്കുമ്പോ ഉപദേഷ്ടാവുള്ളവരാരും വഴിതെറ്റിപ്പോവില്ല. പ്രിയപ്പെട്ട മക്കളെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ക്രിസ്മസ് ആഘോഷത്തിലൂടെ സംഭവിക്കേണ്ടത് ഈ 4 കാര്യങ്ങളുടെ വലിയ ഒരു ഒഴുക്ക്. അതാണ് ഞാൻ ഈ പറഞ്ഞ നക്ഷത്രമായിട്ട് ചേർത്ത് വെച്ച് പറയണം, വിസ്മയനായ ഉപദേഷ്ടാവ്, ഒരിക്കലും തള്ളിക്കളയാത്ത കർത്താവ്. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ നിങ്ങളോട് അച്ഛൻ പറഞ്ഞു കാണുമല്ലോ, ഞാൻ ഇവിടെ UK-യിലേക്ക്, ഞാൻ അവിടെ കേരളത്തിൽ ഇങ്ങനെ വലിയ കുഴപ്പമില്ലാതെയൊക്കെ അങ്ങ് പോകുമ്പോഴാണ്
എന്നോടല്ലേ അധികാരികൾ ഇങ്ങോട്ട് പോരാനായിട്ട് പറയുന്നു. ശരിക്കും പറഞ്ഞ പെട്ടെന്ന് അങ്ങനെ ഒരു കാര്യമൊക്കെ കേൾക്കുമ്പോ എനിക്ക് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ, സത്യമാണ്. ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞു പ്രൊഫഷണമ്മയോട്, അമ്മ ഞാൻ പോകുന്നില്ല, എനിക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്, എനിക്ക് ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യ വ്രതങ്ങളിലൂടെയാണ് സിസ്റ്റർമാര് ഈശോയുടെ മണവാട്ടികളായിരിക്കുന്നത്. അപ്പോ പിന്നെ അത് മാത്രമല്ല, ഞാനിങ്ങനെ വചനം പറഞ്ഞിട്ട് വചനം അനുസരിക്കാത്ത കന്യാസ്ത്രീക്ക് ഇനി വചനം പറയാൻ യോഗ്യതയില്ല. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ അങ്ങനെ ഒരിക്കലും അധികാരികളോട് നോ പറഞ്ഞിട്ടില്ല. ഭയങ്കര മനസ്സിന് ഭയങ്കര ഭാരമായി. ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഇങ്ങനെ ഈശോയുടെ അടുത്തിരുന്ന് കരഞ്ഞു കുറേ നേരം. അങ്ങനെ ഒന്നും പറഞ്ഞിട്ടുമില്ല. പക്ഷെ എനിക്കത് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല, മനസ്സ് അനുവദിക്കുന്നില്ലാത്തൊരവസ്ഥ. അപ്പൊ ഞാൻ അങ്ങനെ വേറെ ആരോടും അങ്ങനെ അധികം ചോദിക്കാറില്ല. ഞാൻ ഈശോയുടെ അടുത്തിരിക്കും. ഈശോ പറയുന്നത് എന്താണെന്ന് കേട്ടിട്ടാണ് ഞാൻ ഒരാൾ കൺസൾട്ട് ചെയ്യാറുള്ളൂ. എന്ന് പറഞ്ഞ് ഞാൻ പറയാം എനിക്ക് ഈശോ എല്ലാം വെളിപ്പെടുത്തുന്ന അതിന് അർത്ഥമില്ല, അങ്ങനെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ പറയാം നിങ്ങളോട്. അത് ഞാൻ പിറ്റേ ദിവസം എനിക്ക് എല്ലാം ഈശോ പറഞ്ഞു തന്നെ കുർബാനയിലാണ്. വിശുദ്ധ കുർബാനയിൽ ഈശോ ഇങ്ങനെ സംസാരിക്കും, എന്ത് ചെയ്യണം, ശുശ്രൂഷകൾ എങ്ങനെ പോകണം. ഞാൻ പറഞ്ഞില്ല, ഇന്ന് രാവിലെ പോലും പറയേണ്ട വചനം കുർബാനയിൽ ഈശോ പറഞ്ഞു. ഓരോ ശുശ്രൂഷയ്ക്ക് മുമ്പ് കുർബാനയിലാണ് ഈശോ എനിക്ക് വചനങ്ങൾ പറഞ്ഞു തരിക, എന്ത് ചെയ്യണം. ഞാൻ ആ ഒരു കാര്യം പറയാതിരുന്നത് തെറ്റിപ്പോയെന്ന് കുർബാനയിൽ ഈശോ വെളിപ്പെടുത്തിയാണ് വ്യക്തമായിട്ട്. എല്ലാം ഈ കുർബാനയിൽ പറയും. നിങ്ങളുടെ ദിവ്യകാരുണ്യ മിനിസ്ട്രിയാണ് നിങ്ങൾ, അതുകൊണ്ട് നിങ്ങൾക്ക് അത് പറയുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുക. അപ്പോൾ ഈ കർത്താവ് കുർബാനയായി കാരുണ്യമായി അവതരിച്ച കർത്താവ് എന്നോട് പറയാണ്, നീ ഇന്നലെ റോഷിലമ്മയോട് പറഞ്ഞത് ശരിയായില്ല, തെറ്റിപ്പോയി. കുർബാന കഴിയുകളെ വിളിച്ച് ഞാൻ റെഡിയെന്ന് പറയണം. തലേദിവസം വിളിച്ച് പോഷാളം വിളിച്ച് ഭയങ്കര കരച്ചിട്ട് കരഞ്ഞ ഞാൻ പിറ്റേ ദിവസം രാവിലെ കുർബാന കഴിഞ്ഞിട്ട് എനിക്ക് വിളിക്കാൻ മനസ്സ് പറ്റുന്നില്ല. പക്ഷെ പറഞ്ഞത് ഈശോയാണ്. അതുവരെ മനസ്സസ്വസ്ഥമാണ്, കരയുവാണ്, പറ്റുന്നില്ല. ഞാൻ പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ, ഞാൻ ഒരു അതിശോക്തിയും പറയല്ല. റോഷാളമ്മയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ ഇന്നലെ പറഞ്ഞത് തെറ്റിപ്പോയി, ആൻമരിയയ്ക്ക് തെറ്റിപ്പോയി, അമ്മ ക്ഷമിക്കണം. ആൻമരിയയ്ക്ക് ഇനി ഒന്നും പറയാനില്ല. അധികാരമുള്ള വരുന്ന ദൈവഗതത്തെ ആൻമരിയ ഏറ്റെടുക്കുവാണ്. അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ അധികാരികളോട് സംസാരിക്കാം എന്ന് ഞാൻ പറഞ്ഞു. അമ്മ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു ഫോൺ വെച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നിമിഷം തൊട്ട് ഈ സമയം വരെ ഇവിടെ വന്നതിന്റെ പേരിൽ എന്റെ മനസ്സിൽ അസ്വസ്ഥതയില്ല. ശരിക്കും ഞാൻ നിങ്ങളോട് പറയാണ്, അതായത് ഈശോയാണ് ഉപദേഷ്ടാവ്. ജീവിതത്തിന്റെ വഴികളിൽ അവൻ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കും. ഈശോ പറഞ്ഞില്ലേ, യുഗാന്ത്യം വരെ ഞാൻ നിന്റെ കൂടെയുണ്ട്. അതെന്തിനാ കൂടെ ഇരിക്കുന്നത്? എന്തിനാ? ദൈവം നമ്മോട് കൂടെ ഇന്ന് ക്രിസ്മസ് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ കൂടെ ഇരിക്കുന്നത് എന്തിനാ? ചുമ്മാ ഇങ്ങനെ കൂടെ ഇരിക്കാനല്ല, എന്നെ വഴി നടത്താനാണ്. 14:6 പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും. യെശയ്യാ 20:30 നീ ഇടത്തോട്ടോ വലത്തോട്ട് തിരിയുമ്പോൾ പിന്നിൽ ഒരു സ്വരം ശ്രമിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. പ്രിയപ്പെട്ട മക്കളെ, വചനം ചുമ്മാ എഴുതി വെച്ചിരിക്കുന്നല്ല. ഉൾക്കൂട്ട ജാതനായ കർത്താവിനെ നീ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ ഉപദേശങ്ങൾ കേട്ട് നീ നടക്കണം. കർത്താവ് ഉപദേശിച്ചാൽ ആ വഴി തെറ്റിപ്പോവില്ല. അവൻ പോകാൻ പറഞ്ഞാൽ നീ പോകണം. വേദനിച്ചാലും നീ പോയാൽ ആ വഴി നിന്നെ ഒരിക്കലും നാശത്തിലെത്തിക്കില്ല. ആ വഴി നിന്നെ കൃപയുടെ നീർച്ചാലിനരികിൽ എത്തിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതാണ് കർത്താവിന്റെ വചനം നമ്മോട് പറയുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ കർത്താവ് എന്ന് പറയുന്നത് ഉപദേഷ്ടാവാണ്. ഉപദേഷ്ടാവ്, ആ കർത്താവിനെ ഉൾക്കൂട്ടിൽ ജാതനായ ഈശോയെ നീ കാണുമ്പോ, അവനെ കുറിച്ച് നീ ധ്യാനിക്കുമ്പോ അവനോട് പറയണം, അപ്പാ വഴി പറഞ്ഞു തരണമേ, വഴി പറഞ്ഞു തരണമേ എന്ന് ഞാനും നിങ്ങളും പറയാൻ തുടങ്ങുമ്പോ വഴി പറയാൻ അവൻ വരും. സുഭാഷിതം 3:6 വചനം പറയാണ്, നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. പ്രിയപ്പെട്ട മക്കളെ, ദൈവം നമ്മോട് കൂടെ നടക്കുന്ന കർത്താവിനെ വിചാരിച്ച് നീ നടന്നാൽ നിന്റെ വഴികൾ അവൻ തെളിയിച്ചുകൊണ്ടേയിരിക്കും. നീ നാളെ ഇവിടെ പ്ലാനിങ് ഇല്ല കേട്ടോ. ഉപദേഷ്ടാവായി കർത്താവ് വന്നാൽ എനിക്ക് പ്ലാനിങ് ഇല്ല, എന്റെ പ്ലാനിങ് ഒക്കെ അവനാണ്. യെരമ്യ 29:11 നമ്മൾ എപ്പോഴും പറയും, എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അപ്പോൾ എനിക്ക് പ്ലാനിങ് ഇല്ല, അവന്റെ പ്ലാനിങ് ആണ്. അവൻ വഴി തെളിക്കും. സറണ്ടർ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കർത്താവിനെ ഉപദേഷ്ടാവായി ഞാനും നിങ്ങളും സ്വീകരിക്കുമ്പോ എനിക്ക് കിട്ടുക സ്വർഗത്തിന്റെ വഴിയാണ്, മനുഷ്യന്റെ വഴിയല്ല. മറക്കരുത്. ഈ മിനിസ്ട്രിയിൽ പങ്കെടുക്കുന്നവര് അറിഞ്ഞോ അറിയാതെ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് കർത്താവിന്റെ ശുശ്രൂഷയുടെ വഴികൾ തെരഞ്ഞെടുക്കാൻ. ശുശ്രൂഷ ചെയ്യപ്പെടുന്ന ആളുകൾ എപ്പോഴും ഈ കാര്യം ശ്രദ്ധിക്കണം. ശുശ്രൂഷിക്കുന്ന ആളുകൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, സ്വർഗത്തിന്റെ വഴികൾ പറഞ്ഞു തരുന്ന കർത്താവിനെ
എനിക്ക് കൂട്ടുവേണം. എപ്പോഴും എന്റെ കർത്താവ് എനിക്ക് പറഞ്ഞു തരണം. അവന്റെ കൃപ എനിക്ക് തിരിച്ചറിയാൻ പറ്റണം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തില് 4 തരത്തിലുള്ള പ്രതീകങ്ങൾ നമ്മൾ കാണുക. പ്രവാചകനെ കൊണ്ട് 4 പ്രതീകങ്ങളിലൂടെയാണ് കർത്താവ് ജനത്തോട് സംസാരിപ്പിക്കുക. പ്രവാചകനോട് പറയും, നീ ക്ഷൗരം ചെയ്യണം, അതിനെ കുറച്ചു ഭാഗം പറത്തിക്കളയണം, കുറച്ചു ഭാഗം തീയിലിടണം, കുറച്ചു ഭാഗം മുറിച്ചു കളയണം. ഇങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. എന്തിനാ? ജനത്തോട് സംസാരിക്കുകയാണ്. അപ്പൊ ദൈവം സംസാരിക്കും നമ്മളോട്. ചിലപ്പോ ആ സംസാരം വ്യക്തിപരമായി നമുക്ക് വേണ്ടിയാവാം, അല്ലെങ്കിൽ ആ ഉപദേശം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി വ്യക്തിപരമാകാം, സമൂഹത്തിന് വേണ്ടിയാകാം, കുടുംബത്തിന് വേണ്ടിയാകാം, ദേശത്തിന് വേണ്ടിയാകാം. പ്രിയപ്പെട്ട മക്കളെ, അതാണ് കർത്താവ് ഈ പുൽക്കൂട്ട് ജാതനായ ഈശോ വിസ്മയനായ ഉപദേഷ്ടാവെന്ന് യേശയ്യ പറഞ്ഞു വെക്കുമ്പോ നാം അനുഭവ തലത്തിലേക്ക് എത്തേണ്ട സ്ഥലം അതാ. എനിക്ക് ഇവനെ അനുഭവിക്കണം, ഈ വിസ്മയനായ ഉപദേഷ്ടാവോ ഒരു കൗൺസിലറായി. ഇനി അടുത്തൊരു കാര്യം, രണ്ടാമത്തെ കാര്യം എപ്പോഴും മനസ്സിൽ പതിപ്പിച്ചു വെക്കുന്ന ഒരു കാര്യം, വിസ്മയനായ ഉപദേഷ്ടാവ് എന്ന് പറയുമ്പോ മനസ്സിൽ പതിപ്പിച്ചോണം, എന്നെ മനസ്സിലാക്കുന്നവൻ എന്റെ ഈശോ മാത്രമാണ്. ഈ ലോകത്തിൽ എന്നെ മനസ്സിലാക്കാൻ എന്റെ കർത്താവേ ഉള്ളൂ. അതാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 25-ാമത്തെ വചനം. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വചനമാണ്. അതിലെഴുതി വെച്ചിരിക്കുകയാണ്, മനുഷ്യരെ പറ്റി ആരുടെയും സാക്ഷ്യം അവൻ ആവശ്യമായിരുന്നില്ല. എന്തെന്നാൽ മനുഷ്യനുള്ളത് എന്തെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. പ്രിയപ്പെട്ട മക്കളെ, വചനം ശ്രദ്ധിക്കണം. കർത്താവ് പറയുകയാണ്, എനിക്ക് നിങ്ങളെ ആരെയും പറ്റി ഒരു സാക്ഷ്യം വേണ്ട. അവര് പറയുന്നതും വേണ്ട, ഇവര് പറയുന്നതും വേണ്ട. എന്തെന്ന് ഞാൻ വ്യക്തമായി അറിഞ്ഞിരിക്കുന്നു. ഉപദേഷ്ടാവ് ഉപദേശിക്കുന്ന ആൾ ആരാണോ അവരെ വ്യക്തമായി അറിയണം. വ്യക്തമായി അറിഞ്ഞാലേ അത് നടക്കുകയുള്ളൂ. അപ്പോൾ എന്റെ ഈശോ എന്നെ വ്യക്തമായി അറിയുന്നുവെന്ന ഒരു ബോധ്യമാണ് ഈശോയെ നമ്മുടെ ഉപദേഷ്ടാവായി സ്വീകരിക്കുക എന്ന് എസെക്കിയേൽ നമ്മോട് പറയുമ്പോൾ, ഉണ്ണിയെ ഉപദേഷ്ടാവായി സ്വീകരിക്കുക എന്ന് എസെക്കിയേൽ നമ്മോട് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് അതാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാം നീയും നിന്റെ ഈശോയും നീയും മാത്രമാകുന്ന ഒരവസ്ഥ. ഇനി രണ്ടാമത്തെ കാര്യം പറയുകയാണ്, ഈ ശിശുവിന്റെ മറ്റൊരു കാര്യമാണ് മൈറ്റി ഗോഡാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ ശക്തനായ ദൈവമാണ്. ഈ കർത്താവ് എന്നെ ഉപദേശിക്കാൻ ഞാൻ വിട്ടുകൊടുക്കണമെങ്കിൽ എനിക്ക് കിട്ടേണ്ട മറ്റൊരു ബോധ്യം, ഈ പുൽക്കുട്ടിലെ ശിശു അവൻ ശക്തനാണ്. എന്റെ ജീവിതത്തിൽ ശക്തമായത് ചെയ്യാൻ അവന് കരുത്തുണ്ടെന്ന് നിങ്ങൾ മറക്കരുത്. എന്റെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടാൻ കരുത്തുള്ളവനാണ് അവൻ. പ്രിയപ്പെട്ട മക്കളെ, ഒന്ന് പ്രാർത്ഥിച്ച കർത്താവ് രോഗസൗഖ്യം തരുന്നതായി പരിശുദ്ധം വെളിപ്പെടുത്തുന്നു. നട്ടല് വേദന, സ്കിൻ അലർജി, ഈ മേഖലകള് കർത്താവ് ഏറ്റെടുക്കുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നു. അതുപോലെ പുളിച്ച് തികട്ടി വരുന്ന ഒരു അവസ്ഥ കർത്താവ് ഏറ്റെടുക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടായ്മ പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഭയങ്കരമായി കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോ ഇങ്ങനെ പറയുകയാണ്, ഈ സമൂഹത്തിൽ സൂര്യനെ ആരാധിച്ച ഒരു വ്യക്തിയുണ്ട്. ഇപ്പോൾ കൂട്ടായ്മയില് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സൂര്യനെ ആരാധിച്ച ഒരവസ്ഥ കർത്താവ് ഇപ്പോൾ ശക്തമായി പറയുകയാണ്. ആ ഒരു അവസ്ഥ വിടുവിക്കാനായിട്ട് ഈശോ ആവശ്യപ്പെടുന്നു. കർത്താവെ സമർപ്പിക്കുന്നു, സമർപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. പരിശുദ്ധ മിഖായേലിന്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ കൂട്ടായ്മയിൽ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാ അന്ധകാര ശക്തികളെ ഈശോയെ അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഒരു വ്യക്തി ഭാരപ്പെടുകയാണ്. അവസ്ഥ ഇതാണ്, മൂക്കിൽ നിന്ന് വലിയ ദുർഗന്ധം വരുന്നു. അത് ആരോടും പറയാൻ പറ്റും, സ്വയം അനുഭവിക്കണം. ഒരു പീഡയാണ്, ഒരു പീഡ. ഇപ്പോൾ ആ വ്യക്തി കൂട്ടായ്മയിലുണ്ട്. ഈശോ വ്യക്തിക്ക് പൂർണ്ണ വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നതായി പരിശ്രമം വെളിപ്പെടുത്തുന്നു. ഒരുപക്ഷെ അച്ഛന്മാരുടെ സാന്നിധ്യമാകാൻ ശക്തമായി വിടുതൽ ശുശ്രൂഷയിലൂടെ കർത്താവ് ഏറ്റെടുക്കുന്ന വെളിപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി ഒന്ന് ശ്രദ്ധിച്ചേ മക്കളെ, നിങ്ങളുടെ കുടുംബം അപ്പ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യരെ ഈശോയെ നട്ടലിന്റെ അവസ്ഥകൾ, രോഗപീഠകൾ ഈശോയെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ. ആസക്തികളുടെ ഈശോ വിടുതൽ നൽകുന്ന
നന്ദി നന്ദി സ്തുതി ആരാധന 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 മഹത്വം 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 പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, സ്വർഗത്തിന്റെ സമ്മാനമാകുന്ന ഉണ്ണി ഈശോയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം തികയാൻ പറ്റുന്നവൻ അവനാണ്. അപ്പൊ അത് ഈശോ തരും. നിങ്ങൾ ശക്തമായിട്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കണം. മനസ്സിലായിട്ട് ഇരിക്കരുത്. ആൻമരിയ സിസ്റ്റർ വചനം പറയുന്നതുകൊണ്ടല്ല അത് പറയുന്നത്. ഈശോ ഇപ്പൊ സന്ദേശം തരികയാണ്. ഇത് സ്വർഗത്തിന്റെ പ്രവൃത്തിയാണ്. കാരണം കർത്താവ് കൃപയൊഴുക്കുകയാണ്. ഉണ്ണിയെ കുറിച്ച് പറയുകയാണ്. സ്വർഗത്തിന് പ്രിയപ്പെട്ട കർത്താവിനെ കുറിച്ച്, പുത്രനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവിടെ സ്വർഗം സന്നിഹിതമാണ്. ശക്തമായി പ്രാർത്ഥിച്ചോട്ടെ. കർത്താവ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വലിയ സാമ്പത്തിക നഷ്ടം വന്നു. അതായത് മറ്റൊരു വ്യക്തി അപഹരിച്ചെടുത്തതായിട്ട് അവർക്കറിയാം. കൂടെയുള്ള ഒരു സ്നേഹിതൻ തങ്ങളിൽ നിന്ന് പണം അപഹരിച്ചെടുത്തു. അത് ഓർത്ത് വേദനയ്ക്കാണ്. ഉറക്കവും ഇല്ലാത്തൊരു കുടുംബത്തെ ഈശോ എടുത്തു കാണിക്കുകയാണ്. ഈശോ ആ കുടുംബത്തെ താങ്ങുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ രണ്ടാമത്തെ കരുത്ത് കശ്യപ്രവാചകൻ പറയാണ് 4 കാര്യങ്ങൾ പറയുന്നത്. രണ്ടാമത്തെ കാര്യം ശക്തനായ ദൈവമാണ്. ശക്തൻ, ആധിപത്യമുള്ള ദൈവം. ആധിപത്യം അവരുടെ ചുമലിലാണ്. ഇതിങ്ങനെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ശക്തനായ ദൈവമാണ്, ആധിപത്യം അവന്റെ ചുമലിലാണ് എന്ന് പറഞ്ഞാൽ, ആധിപത്യം കർത്താവിന് കൊടുത്താൽ അവന്റെ ജീവിതത്തിൽ പാപം ഭരണം നടത്തില്ല. ശ്രദ്ധിക്കണം. അതായത് ഞാനും നിങ്ങളും കർത്താവിന് ആധിപത്യം കൺട്രോള് കൊടുത്തില്ലെങ്കിൽ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടങ്ങൾ നടക്കാൻ തുടങ്ങും. കർത്താവിന് ഇഷ്ടമല്ല, എന്റെ ഇഷ്ടം എന്റെ തോന്നിയ വഴി നടക്കാൻ തുടങ്ങുമ്പോൾ തിന്മ എന്നിലേക്ക് കയറി പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പൊ തിന്മ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ എന്റെ കൺട്രോള് തിന്മ ഏറ്റെടുക്കും. അപ്പോൾ ആധിപത്യം കർത്താവിന് കൊടുത്തില്ലെങ്കിൽ തിന്മ ആധിപത്യം പുലർത്തും. അതാണ് സങ്കീർത്തനം 19-ാം അധ്യായം 12 മുതലുള്ള വചനങ്ങൾ. വചനം പറയുകയാണ്, കർത്താവെ അറിയാതെ പറ്റുന്ന വീഴ്ചകൾ രക്ഷിക്കണമേ, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ തന്നെ മോചിപ്പിക്കണമേ, അവ എന്നിൽ ആധിപത്യം പുലർത്താതിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ ശ്രദ്ധിക്കണം. ഈ വചനം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ആദ്യത്തിനോട് വചനം വായിച്ചായിരുന്നു. സങ്കീർത്തനം 79:8. കർത്താവെ പാപമോചനത്തിന്റെ കൃപ തരണേ, പാപങ്ങളുടെ പൊറുതിയുടെ കൃപ തരണേ. ഇവിടെയാണ് പുൽക്കൂട്ടിൽ പറഞ്ഞ കർത്താവ് പാപമോചനം നൽകുന്നവനാണ്. അപ്പോൾ ഈ കർത്താവ് ആധിപത്യമുള്ളവനാന്ന് പറയുമ്പോൾ, അവൻ ശക്തനായവനെന്ന് പറയുമ്പോൾ എന്നെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവനാണ്. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, എന്റെ ജീവിതത്തിന്റെ എല്ലാ നിരാശകളിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കുന്നതാണ്. ഇവിടെ ഒരു ഹീലിംഗ് നടക്കും എന്ന് പറഞ്ഞാൽ, അന്ധകാരം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന ദുഃഖത്തിന്റെ, വേദനയുടെ, ഭയത്തിന്റെ ചില മേഖലകളുണ്ട്. അത് ഓരോരുത്തർക്കും. കാരണം ഉണ്ണി പിറന്നപ്പോ ഉണ്ണീശോ എനിക്ക് വ്യക്തിപരമായി പുൽക്കൂട്ടിലെ അനുഭവമായി മാറണമെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, അത് ഈ ഒരു അന്ധകാരത്തിന്റെ മേഖലകളിൽ നിന്ന് ഞാൻ മോചനം പ്രാപിക്കണം. എന്റെ വ്യക്തി ജീവിതത്തിലെ നിരാശയുടെ ചിലകെട്ട്. ഇപ്പൊ ഒരു കൊച്ചു കയറുണ്ട്. നിങ്ങൾ ടോക്ക് തൊട്ട് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ, ഇന്നലെ രാത്രി ഞാൻ എഴുന്നേറ്റെന്ന് പറഞ്ഞല്ലോ, സാധാരണ ഞാൻ ഫോൺ നോക്കുന്നതല്ല, പക്ഷെ ഒരു ചെറുപ്പക്കാരന് എനിക്ക് കുറെ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഭയങ്കര വേദനയോടെ. 1ാം കല്യാണം കഴിഞ്ഞു, വലിയ ഫ്ലോപ്പായി പോയി, അവസാനം ഡിവോഴ്സ് ഒക്കെ നടന്ന് അവൻ ജോലിയെ കിട്ടി, വിദേശത്താണ്. അങ്ങനെ വിദേശത്ത് വന്നു കഴിഞ്ഞ് മാട്രിമോണിയിൽ അവൻ 2ാം വിവാഹത്തിന് പരസ്യം കൊടുത്തു. അങ്ങനെ 2ാം വിവാഹത്തിന് പരസ്യം കൊടുത്ത് ഒരു മാട്രിമോണിയിൽ തന്നെ കണ്ടുമുട്ടിയ ഒരു പെൺകുട്ടി, അവളും 2ാം വിവാഹമാണ്. അപ്പോൾ വിവാഹത്തിനെല്ലാം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പ്രാർത്ഥിക്കാൻ ഒന്നും സമയമില്ല. നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന കൊച്ചായിരുന്നു. ഒന്നും സമയമില്ല, കാരണം ഒത്തിരി ടോക്ക് ചെയ്യാൻ. രണ്ടുപേരും സംസാരിച്ചു. കല്യാണ ഡേറ്റ് വരെ നിശ്ചയിച്ചു. അവൻ ഫേസ്ബുക്കിലെല്ലാം ഗോട്ട് എൻഗേജ് എന്നെല്ലാം പോസ്റ്റ് ചെയ്തു. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുകയാണ്. ഇന്നലെ ഒരു കാരണവും ഇല്ലാതെ, ഇന്നലെ ലെമിനിയാണ്, അവൾ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ വേണ്ട, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ 1% പോലും താല്പര്യമില്ല. ഇത് അവൻ ഉറങ്ങാൻ പറ്റുന്നില്ല, വാവിട്ട് കരയുകയാണ്. മരിക്കണം എനിക്ക്. സിസ്റ്റർ ഇപ്പൊ എന്നെ ഒന്ന് ഫോണിൽ വിളിച്ച് സംസാരിക്കണം എന്നാണ് ആ ചെറുപ്പക്കാരൻ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കും. രാത്രിയാണ്, നമുക്ക് ഫോൺ വിളിക്കാൻ പെർമിഷൻ ഇല്ല, ഫോൺ വിളിച്ചില്ല, മെസ്സേജ് അയച്ചു. അപ്പൊ ഭയങ്കര കരച്ചിലാണ്. ഞാൻ കരഞ്ഞ് നിരാശപ്പെട്ട് പറയുന്നു, സിസ്റ്റർ എനിക്ക് ജോലി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഡ്യൂട്ടിക്ക് പോകാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒന്ന് കുളിച്ചിട്ടില്ല. അതായത് അവന്റെ ജീവിതത്തിൽ
അന്ധകാരം വന്നു വിട്ടു. ഞാൻ അവന് വേണ്ടി രാവിലെ പ്രാർത്ഥിച്ച കുറച്ച് മെസ്സേജുകൾ ഞാൻ അവനോട് പറഞ്ഞു. എടാ, ഇവിടെയാണ് നിനക്ക് തെറ്റിയത്. ഞാൻ അവനോട് സംസാരിച്ചു. അപ്പൊ ഞാൻ ഈശോയുടെ ആലോചന ചോദിച്ചില്ല. അവൻ ശരിയാ സിസ്റ്ററെ, എല്ലാം മറന്ന് അവൻ ചെയ്തു. ഇപ്പൊ അവൾക്ക് അവനെ വേണ്ട. അവന് പറയുകയാണ്, ഇന്ന് രാവിലെ ഞാൻ രണ്ടുപേരെ അവളുടെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു. അവള് നേരിട്ട് പറഞ്ഞു പറ്റിയല്ലാന്ന് പറഞ്ഞു. എനിക്ക് പറ്റുന്നില്ല. ഇതാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊരു നിരാശയുടെ ഒരു അവസ്ഥയാണ്. ഹീലിംഗ് ഇല്ല, ആന്തരിക വേദനയാണ്. നമുക്കൊക്കെ തകർച്ചകള്, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. ഇവിടെ ശക്തനായവൻ, അവൻ പുൽക്കൂട്ടിൽ പിറന്നവൻ, ആധിപത്യമുള്ളവൻ. എന്റെ ജീവിതത്തിൽ നിരാശകള്, കെട്ടുപാടുകള്, എന്നെ തകർക്കാൻ ശ്രമിക്കുന്ന അവസ്ഥകള്, അവിടെ എല്ലാം കർത്താവ് ആധിപത്യം സ്ഥാപിക്കും. ഞാൻ ചില കാര്യങ്ങൾ ഓർക്കാറുണ്ട്. ചിലപ്പോൾ നമ്മളെ കുറിച്ച് ഒത്തിരി ദുഷിച്ച് പറയുന്ന ചില വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ലോകത്തിലെ സ്നേഹിക്കണമെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇഷ്ടംപോലെ ദുഷിച്ച് പറയുന്ന ചില അവസ്ഥകൾ. അപ്പൊ ഞാൻ ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട, കർത്താവേ, ചെയ്യാത്ത തെറ്റുകൾക്ക് ഇത് കേൾക്കേണ്ട വരുമ്പോ ഞാൻ ഇങ്ങനെ ഈശോയോട് പറയും, ഈശോയെ, അവരുടെ നാവിൽ ആധിപത്യം സ്ഥാപിക്കാൻ നിനക്ക് പറ്റും. നിങ്ങളിപ്പോ ഒരു കേസിന്റെ മേഖലയാണ്, നിങ്ങൾക്ക് ജയിക്കണം. പക്ഷെ നിങ്ങളിൽ അവര് ഭയങ്കര കള്ളക്കുറ്റങ്ങളെല്ലാം ചുമത്തിയിരിക്കണം. അപ്പൊ നിങ്ങൾ എങ്ങനെയാ ചിന്തിക്കണം? ഈ വചനമൊക്കെ എടുത്ത് വെച്ചിട്ട്, കർത്താവേ, നിനക്കാണ് ആധിപത്യം, ഈ ലോകത്തിൽ മറ്റാർക്കുമല്ല, അവനാണ് ആധിപത്യം. അത് മറക്കരുത്. എന്റെ ജീവിതത്തിൽ നിനക്കാണ് ആധിപത്യം. അത് പറയുമ്പോ പിന്നെ നമ്മൾ വെറുതെ ഇരുന്ന് കൊടുക്കുക. നമ്മൾ കാണും, നമ്മൾ കൺമുമ്പിൽ കണ്ടോണ്ടിരിക്കും കർത്താവ് ചെയ്യുന്നത് മുഴുവൻ. ശക്തിയുള്ള കർത്താവിനെ നമ്മൾ കാണാൻ തുടങ്ങും. നിരാശ തലങ്ങള് മാറാൻ തുടങ്ങും. അതാണ് യെശയ്യാ 40-ാം അധ്യായം 30-31 വചനങ്ങൾ. തളർന്നവൻ അവിടുന്ന് ബലം പകരുന്നു, ദുർബലൻ അവിടുന്ന് ശക്തി പകരുന്നു. യുവാക്കന്മാർ തളർന്നു വീണേക്കാം, എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും. ആധിപത്യം അവന്റെ കയ്യിൽ കൊടുത്താൽ ഇങ്ങനെ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കണം. കർത്താവേ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട മക്കളെ, ഇതൊക്കെയാണ് പുൽക്കൂട്ടിൽ പറന്ന കർത്താവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറയുമ്പോ ഇതൊക്കെ എനിക്ക് സ്വന്തമാക്കണം. അവൻ എന്റെ കൂടെ നടക്കുന്ന ഉപദേഷ്ടാവായി, എന്നെ ശക്തിപ്പെടുത്തുന്ന ശക്തനായ ദൈവമായി, എന്റെ മേൽ ആധിപത്യമുള്ള എന്റെ കർത്താവിനെ എനിക്ക് കാണാൻ പറ്റണം. അതാണ് ഈശോ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുക. ഇനി മറ്റൊരു കാര്യം, ഈ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ആധിപത്യം പുലർത്തുമ്പോ അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് എന്താ പറഞ്ഞേ? യോഹന്നാൻ 14:1. അവിടെ വിശ്വാസത്തിന്റെ തലത്തിലേക്ക് നമ്മൾ എത്തുക. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, എന്നിൽ വിശ്വസിക്കുവിൻ, ദൈവത്തിലും വിശ്വസിക്കുവിൻ. പ്രിയപ്പെട്ട മക്കളെ, ഈ കർത്താവിന്റെ കൃപ, ഇവന്റെ ശക്തി നമ്മളിൽ ആധിപത്യം സ്ഥാപിക്കട്ടെ. ഈശോയെ, എല്ലാ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലുമൊക്കെ തകർച്ചകള്, നിരാശകള്, കലഹത്തിന്റെ അവസ്ഥകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കണ്ണുകൾ അടച്ച് നിങ്ങളുടെ കുടുംബത്തില് കലഹത്തിന്റെ ചില മേഖലകൾ കാണാം. പരസ്പരം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, മക്കളെ ഓർത്ത് വേവലാതി, ഉത്കണ്ഠയുടെ ചില അവസ്ഥകൾ, ഇതൊക്കെ നമ്മളെ ഇങ്ങനെ തകർത്തിടും. ഒന്നും ചെയ്യാൻ പറ്റും. ഇന്നലെ ഒരു പെൺകുട്ടി രാത്രി വിളിച്ചിട്ട് പറയാണ്, സിസ്റ്ററെ, പള്ളി പോകാൻ മാത്രം എനിക്ക് പറ്റിയതാ, പള്ളി ചെല്ലുമ്പോൾ എനിക്ക് ഇങ്ങനെ വീപ്പ് കൂടി ഞാൻ ഇറങ്ങി പോരുവാണ്, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ചെറുപ്പത്തിലുണ്ടായ ഒരു ബുദ്ധിമുട്ടാണ്. എന്നോട് ഒരാൾ അവമര്യാദയെ പള്ളിക്കകത്ത് വെച്ച് പെരുമാറി. എനിക്ക് അതുകൊണ്ട് ഇപ്പൊ അവള് കല്യാണം കഴിഞ്ഞ് 3 മക്കളുള്ള ഒരു അമ്മയാ. പക്ഷെ പറ്റുന്നില്ല. ആരോട് പറയാൻ പറ്റും? ഞാൻ ജോലി ചെയ്യുന്ന വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിലേക്ക് എനിക്ക് തന്നെ പോകാൻ പറ്റുന്നില്ല. സിസ്റ്ററെ, പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട മക്കളെ, ഇതൊക്കെ ചില കെട്ടുകളാണ്. ഇങ്ങനത്തെ ചില കെട്ടുകളൊക്കെ ഇപ്പൊ ഈശോ അഴിക്കാൻ പോവുകയാണ്. ഈശോ ഇപ്പൊ അഴിക്കും നമ്മുടെ ജീവിതത്തിലെ ചില കെട്ടുകൾ. ശക്തമായിട്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് കുടുംബത്തെ കെട്ടിയിട്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികള്, വിറപ്പിന്റെ അവസ്ഥകള്, കോപത്തിന്റെ മേഖലകള്, ദുശീലങ്ങൾ, ഈശോയെ നിന്റെ തിരുനാമത്തിന്റെ അത്ഭുത ശക്തിയാൽ ഈ മക്കളെ അവസ്ഥകള്, കർത്താവേ, നിരാശകള്, പ്രതീക്ഷയില്ലാത്ത അവസ്ഥകൾ ഈശോയെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ. ഈശോയെ മഹത്വം, 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 മഹത്വം. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ. ഈശോയെ നന്ദി. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ പെട്ടെന്ന് 2 കാര്യങ്ങളും കൂടെ പറഞ്ഞ് നമ്മുടെ ക്ലാസ് അവസാനിപ്പിച്ച് നമ്മളൊന്ന് ആരാധനയിലേക്ക് അല്പനേരം പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, അപ്പോൾ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, 2 കാര്യങ്ങൾ പറഞ്ഞു. എന്റെ കർത്താവ് എന്റെ ഉപദേശകനാണ്. നിങ്ങൾ ഇന്ന് ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോ ഈശോയെ കൂടെ വരണേ. നമ്മൾ പാടിയല്ലേ, കൂടെ വസിക്കണേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം, ഉണ്ണാൻ മറന്നാലും ഊട്ടാൻ മറക്കാത്തവൻ. അതാണ്, എന്റെ കൂടെ വസിക്കാൻ വിളിക്കണം. ഈശോയെ, എന്നെ ഉപദേശിക്കണേ, ഞാൻ വഴിതെറ്റി പോകും കേട്ടോ, നീ എപ്പോഴും എന്നോട് പറഞ്ഞോണ്ടിരിക്കണേ.
നമ്മൾ അങ്ങനെ പറയണം. ഇപ്പൊ ഇന്ന് ഞാൻ ആ അവനോട് ഞാൻ പറഞ്ഞതാണ്, എടാ ഈശോയോട് നീ അങ്ങ് പറ, ഈശോയെ ഞാൻ നിന്റേതാ കേട്ടോ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഈശോയോട് പറഞ്ഞോണ്ടിരിക്കണം, ഈശോയെ ഞാൻ നിന്റേതാ കേട്ടോ, എന്റെ കുടുംബം നിന്റേതാ. അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു അസ്വസ്ഥകൾ പോലും കുടുംബത്തിൽ കയറിയാൽ ഈശോ കടന്നു വരുമ്പോ അതൊക്കെ മാറാൻ തുടങ്ങും. ഇടയ്ക്കിടയ്ക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, പുൽക്കൂട്ടിലെ ഉണ്ണിയെ നമ്മുടെ ജീവിതത്തിലോട് സ്വീകരിച്ചിട്ട് പറയണം, ഈശോയെ നിസ്സംഗതയില്ല കേട്ടോ, മൊത്തത്തോടെ ഇന്ന് സ്വീകരിച്ചേക്കുക, എനിക്ക് നിന്നെ വേണം, എന്റെ കുടുംബത്തിൽ നിന്നെ വേണം. അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ രൂപപ്പെട്ട പ്രിയപ്പെട്ട മക്കളെ. മൂന്നാമത്തെ കാര്യം യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, നിത്യനായ പിതാവ്, എവർ ലാസ്റ്റിംഗ് ഫാദർ, എന്നും കൂടെ ഇരിക്കുന്ന എന്റെ ദൈവം, എന്നെ സ്നേഹിക്കുന്ന. ഇവിടെയാണ് ഈ പിതാവ് എന്ന് പറയുമ്പോണ്ടല്ലോ സ്നേഹമാണ്. ഒന്ന് പ്രതിസ്നേഹം ആഗ്രഹിക്കാത്തൊരു സ്നേഹമുണ്ട്. ഇപ്പൊ ഈ കർത്താവ് ഉണ്ണി ഈശോയെ നമുക്ക് സ്വർഗം തന്നപ്പോ അവിടെ ഒന്നും പ്രതീക്ഷിച്ചില്ല. നമ്മൾ രക്ഷപ്പെടണമെന്നല്ലാതെ നമ്മുടെ പൈസ വേണമെന്ന് ഒന്നും കർത്താവ് ആഗ്രഹിച്ചില്ല. കർത്താവ് ഇങ്ങനെ നമ്മളെ അങ്ങ് സ്നേഹിക്കുക, അൺകണ്ടീഷണൽ ലവ് ആണ് പ്രിയപ്പെട്ടവരെ. ഇത് രണ്ട് തലത്തിൽ വേണം. ഒന്ന് എനിക്ക് കർത്താവിനോടൊരു അൺകണ്ടീഷണൽ ലവ്, മറ്റൊന്ന് എനിക്ക് മറ്റുള്ളവരോടൊരു അൺകണ്ടീഷണൽ ലവ്. ഇതെന്നൊക്കെ പറയുന്നതാണ് ഈ പുൽക്കൂടിന്റെ സമ്മാനം എന്നൊക്കെ പറയുന്നത്. അല്ലാതെ നിങ്ങൾ ഒരാൾക്ക് ഒരു 50,000 രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ സമ്മാനം കൊടുത്തു, അതൊക്കെ സെക്കൻഡറി ആണ് പ്രിയപ്പെട്ടവർ. ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ ഇല്ലാത്തവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചാലും കൊന്നാലും വല്ലതും കിട്ടുമോ? അപ്പൊ ഞാൻ ഇന്ന് ശരിയല്ലേ, നമ്മളിപ്പോ അവനെതിരെ കേസ് കൊടുത്താലും അവനെ കൊല്ലാൻ ശ്രമിച്ചാൽ അവരെ പിടിച്ചിട്ട് കൊന്ന അവന്റെ കയ്യിലില്ല, എങ്ങനെ തരും? അപ്പോ എനിക്കിപ്പോ കർത്താവിന് കുറച്ച് കാര്യങ്ങൾ പൈസ കൊടുക്കണം, എനിക്കില്ല. പക്ഷെ എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്റെ ഹൃദയത്തിന്റെ മുഴുവൻ സ്നേഹവും. അവിടെയാണ് ഈ നിത്യനായ പിതാവിന്റെ അനുഭവം പുൽക്കൂട്ടിലെ ഉണ്ണി നമുക്ക് തരിക പ്രിയപ്പെട്ടവരെ. അൺകണ്ടീഷണൽ ലവ് ആണ്. അത് ഈശോ കാണിച്ചു തന്നു കുരിശില്, സഹിക്കാൻ ഒക്കെ ഉള്ളൊരു കൃപ. ഒത്തിരി ഒന്നും ഞാൻ പറയുന്നില്ല, പറഞ്ഞാല് നമുക്ക് സമയമില്ല, അതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല. ഇനി 4-ാമത്തെ കാര്യമാണ് സമാധാനത്തിന്റെ രാജാവിനെ കുറിച്ചാണ്, പ്രിൻസ് ഓഫ് പീസ്. സമാധാനത്തിന്റെ രാജാവിനെ കുറിച്ച് കർത്താവ് നമ്മളോട് യെശയ്യാ പ്രവാചകൻ പറയാണ്, കർത്താവ് അതാണ് ഉണ്ണി സമാധാനമാണ്, ഒന്നുമില്ലേലും സ്വസ്ഥമായിട്ട് എന്നിരിക്കാൻ. കരയില്ല എന്ന് അതിനർത്ഥമില്ല പ്രിയപ്പെട്ടവരെ, കരയും. പക്ഷെ നമ്മുടെ മനസ്സ് ഈശോയിലേക്ക് അർപ്പിക്കുമ്പോൾ ഒരു പ്രത്യാശ കിട്ടും, ഒരു ധൈര്യം കിട്ടും. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോ ഈ സമാധാനം എന്ന് പറയുമ്പോ അത് 2 കാര്യങ്ങളുണ്ട്. അതെന്താണെന്നറിയാവോ? കുമ്പസാരത്തിൽ കിട്ടുന്ന ഒരു സമാധാനമുണ്ട്, അത് ഈശോയ്ക്ക് തരാൻ പറ്റും, പറഞ്ഞേക്കരുത്. യഥാർത്ഥ സമാധാനം നമുക്ക് വേണം, ഒന്ന് കുമ്പസാരിക്കുമ്പോ അത് കിട്ടും. ആ ഒരു നമ്മൾ അനുദപിച്ചു ധ്യാനത്തിലൊക്കെ കണ്ണുനീരോടെ പാതി, പക്ഷെ കുമ്പസാര കൂട്ടിലേക്ക് നമ്മൾ എത്തിയാലാണ് ഈ ഒരു സമാധാനം നമ്മുടെ ഉള്ളിൽ നിറയുള്ളൂ പ്രിയപ്പെട്ടവരെ. എപ്പോഴും കുറവുള്ളൂ, ചിന്ത, വാക്കില്, പ്രവൃത്തിയിലെല്ലാം ഉണ്ട്. ആ ഒരു പാപമോചനം കിട്ടിയ ഒരു അവസ്ഥയാണ്, അത് കുമ്പസാരത്തിന്റെ ഒരു അവസ്ഥയാണ്. ഇത് ഉണ്ണി ഈശോ നമ്മോട് പറയുകയാണ്, ഇത് നിനക്ക് തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അവൻ പാപമോചനം തരുന്നവനാണ് എന്ന് ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത് വചനത്തിൽ ഞാൻ ഒന്നും വായിച്ച് പറയാൻ സമയമില്ല, നമ്മൾ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം 3-ാമത്തെ വചനം, അങ്ങിൽ. അപ്പൊ ഈ കുമ്പസാരം എന്ന് പറയുമ്പോൾ ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞോട്ടെ. കുമ്പസാരം എന്ന് പറഞ്ഞാൽ സറണ്ടർ ചെയ്യണം, ഈശോയെ കൊണ്ടു നടക്കണം എന്നൊക്കെ പറയും. കുമ്പസാരം എന്ന് പറഞ്ഞോണ്ടല്ലോ ഒരു തുറന്ന് വെക്കലാണ്. എന്റെ ഹൃദയം ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ, ഞാൻ പോക്കാം ഈശോയെ, എനിക്ക് കുറ്റം പറയണം, ദേഷ്യം പെടുത്തണം ഒക്കെ എനിക്ക് തോന്നി, ഇതാണ് എന്റെ അവസ്ഥ, ഹൃദയം അങ്ങോട്ട് കൊടുത്തു, എനിക്കിനി ഒന്നും ചെയ്യാൻ ഇതാണെന്ന് പറഞ്ഞ് തുറന്നു വെച്ചു. ഇതാ ഹൃദയം അങ്ങോട്ട് എടുത്തു വെച്ചു, ഹൃദയം അങ്ങോട്ട് ഉറപ്പിച്ചു വെച്ചു കർത്താവിന്. ഇത് കേട്ടോ, ചിലപ്പോ തെറ്റിയൊക്കെ പോകാം, നീ നോക്കണേ എന്ന് പറയുമ്പോ എനിക്ക് കിട്ടുന്ന ഒരു കൃപയാണ് സമാധാനം എന്ന് ഞങ്ങളോട് പറയാൻ ഒരു വചനമുണ്ട്. യെശയ്യാ 26-3 വചനം പറയാൻ, അങ്ങിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവരെ അങ്ങ് സമാധാനത്തിന്റെ മികവിൽ സംരക്ഷിച്ചിരിക്കുന്നു, എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വല്ലപ്പോഴും അല്ല, കിട്ടുന്ന സമയത്ത്. ഇപ്പൊ ഒന്നാമത് കൊറോണ കഴിച്ച് കുമ്പസാരമൊക്കെ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ നിങ്ങളോട് പറയും, കിട്ടുന്ന സമയത്തെല്ലാം ഓടിപ്പോയി കുമ്പസാരിക്കണം. ആ കുമ്പസാരത്തിലൂടെ മറ്റാർക്കും തരാൻ പറ്റാത്തൊരു സമാധാനം കിട്ടും. അക്കൗണ്ടിൽ 50 ലക്ഷം വന്ന് വീഴുന്നതിനേക്കാൾ പ്രിയപ്പെട്ട മക്കളെ, ഒരു കുമ്പസാരത്തിൽ ആത്മാവിന്റെ ആഴങ്ങൾ ഒരു സമാധാനമുണ്ട്. പുൽക്കൂട്ടിൽ കിടക്കുന്ന ഉണ്ണി അലമുറയിട്ട് കരയുന്നതല്ല നാം കാണുക, അവൻ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് വൈക്കോലിൽ കിടക്കുക. ഇല്ലായ്മയിൽ കിടക്കുന്ന ഒരു കർത്താവിന്റെ ഒരു ശാന്തതയുണ്ട്. അതിലേക്ക് നോക്കുമ്പോ നമ്മുടെ ഇല്ലായ്മയിൽ സമാധാനം കണ്ടെത്താൻ ഉണ്ണി നമ്മെ സഹായിക്കും. പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ,
കർത്താവ് ഇതാണ് പുൽക്കൂട് നമുക്ക് തരിക. നക്ഷത്രം മറക്കല്ലേ മക്കളെ. ആ നക്ഷത്രം തുടങ്ങുമ്പോഴേ നമുക്ക് പുൽക്കൂട്ടിൽ എത്താൻ പറ്റൂ, ജീവിതം മാറാൻ തുടങ്ങുള്ളൂ, കരുണയും മഹത്വവും കാണാൻ തുടങ്ങുള്ളൂ, തുതിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അവന്റെ മുമ്പിൽ നിസ്സംഗത നിൽക്കാൻ നമുക്ക് പറ്റാതെ വരും. അപ്പോൾ അവന്റെ ശക്തിയും സ്നേഹവും ഒക്കെ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങും. അതാണ് കർത്താവിന്റെ കൃപ. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ശ്രമിച്ച വചനത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു 10 മിനിറ്റ് നമ്മൾ ഈശോയുടെ മുമ്പിൽ ഇരുന്ന് ഒന്ന് ആരാധിക്കാൻ പോവുക. നമ്മുടെ എല്ലാ അവസ്ഥകളും സാധിക്കുന്നവരൊക്കെ പറ്റിയെങ്കിൽ മുട്ടാൻ നിന്നാണ് ഈശോയുടെ അടുത്ത്, ദിവികാരുണ്യ ഈശോയുടെ അടുത്ത് മുട്ടി നിൽക്കുക. നമ്മൾ ഈശോയോട് പറയണം, ഈശോയെ, ഞങ്ങൾ ഇന്ന് കേട്ട വചനം കർത്താവെ അത് മാംസം ധരിച്ച വചനമായി ഞങ്ങൾ മാറപ്പെടണം. കണ്ണുകളടച്ച് കർത്താവിനെ മാത്രം ഒന്ന് ഉറ്റുനോക്കിക്കേ. എന്റെ ഈശോയെ, എന്റെ ദിവികാരുണ്യ ഈശോയെ, ഉണ്ണിയായി പിറന്ന എന്റെ ഈശോയെ, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നെന്ന് എല്ലാ മക്കളും ഈശോയോട് പറ. ഈശോയെ, ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുകയാണ്. എനിക്ക് നിന്റെ കൃപ കർത്താവേ, സമാധാനത്തിന്റെ, ശാന്തിയുടെ, വിശുദ്ധീകരണത്തിന്റെ, പാപമോചനത്തിന്റെ കൃപ അത് നീ എനിക്ക് തരണമേ എന്ന് എല്ലാ മക്കളും ഈശോയോട് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കും. എല്ലാ കുറവുകളെയും ഈശോയ്ക്ക് കൊടുക്കുക. എന്നിട്ട് പറ, ഈശോയെ, ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ, ഞാൻ ഇവിടെയുണ്ട്, നിന്റെ മുമ്പിൽ ഞാനുണ്ട്. ഈശോയെ, നിന്റെ ഒപ്പം ഞാൻ വന്ന് നിൽക്കുകയാ. ഒത്തിരി ദുഃഖങ്ങളും ഭാരങ്ങളും പാപങ്ങളും കുറവുകളും ഒക്കെയുള്ള ഒരു ജീവിതമാണ് എനിക്കുള്ളത്. അതെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കും, എല്ലാം കൊടുക്കുക. ചിലപ്പോ ഒത്തിരി പോരായ്മകളായിരിക്കും. നിന്റെ 2 കൈ ഈശോയുടെ പക്കലേക്ക് നീട്ടിപ്പിടിക്കും. ചിലപ്പോ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ മക്കളുടെ വിവാഹം നടക്കാത്ത അവസ്ഥയുണ്ടാവാം. ചിലപ്പോ എത്ര ശ്രമിച്ചിട്ടും കുടുംബത്തിന്റെ ഒരു ഭാഗവും രക്ഷപ്പെടുത്താൻ പറ്റുന്നുണ്ടാവില്ല. മക്കളുടെ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ മെസ്സേജ് അയച്ചിരിക്കുകയാണ്, വലിയ സമ്പന്നന, പക്ഷെ 16 വയസ്സുള്ള മോൻ രാവിലെ എഴുന്നേറ്റിട്ട് അനിയത്തിയോട് പറയുകയാണ്, ഞാൻ ബൈസെക്ഷലാണ്, ഞാൻ ഹോമോസെക്ഷലാണ്. അപ്പം അവള് പെട്ടെന്ന് ചോദിച്ചു, ചേട്ടായി അത് പാപമല്ലേ? അതിൽ കത്തോലിക്ക സഭയുടെ ഞാൻ വിശ്വസിക്കുന്നില്ലല്ലോ. ആ മനുഷ്യൻ വാവിട്ട് കരഞ്ഞ് എനിക്ക് മെസ്സേജ്, സിസ്റ്ററെ, എനിക്ക് പണമൊന്നും വേണ്ട, എന്റെ മോൻ ഒരു മാനസാന്തരം ഉണ്ടാകും. ഒരു കുടുംബത്തിന്റെ വേദനയാണ് പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ ഇവിടെയെല്ലാം ഈശോ വരും. ഇവിടെ എല്ലാം ഈശോ നിറയും. നമ്മുടെ കൂടെ ഈശോ വരും. നമുക്ക് ആരോടും പറയാൻ പറ്റാത്ത, ചിലപ്പം ചില വ്യക്തികൾക്ക് പാപബോധമില്ലാത്തൊരവസ്ഥയുണ്ട്, അനുതാപമില്ലാത്തൊരവസ്ഥയുണ്ട്, തെറ്റായ സ്നേഹബന്ധത്തിൽ പെട്ടുപോയി തിരിച്ചു വരാൻ പറ്റുന്നില്ല, ചില ബന്ധങ്ങളിൽ പിടിവിടാൻ പറ്റുന്നില്ല. അങ്ങനത്തെ അവസ്ഥ ഇതൊക്കെ ആരോടും പറയാൻ പറ്റില്ല. പക്ഷെ ഇതെല്ലാം ദിവികാരുണ്യ ഈശോയുടെ പക്കലേക്ക് എടുത്തു വെക്കും. എല്ലാം ഈശോയുടെ പക്കലേക്ക് എടുത്തു വെക്കും. തൊഴുത്തിൽ പിറന്നവൻ എന്റെ ജീവിതത്തിന്റെ ഇല്ലായ്മകളിൽ, ഇരുണ്ട വേളകളിൽ പ്രകാശമായി മാറാൻ പോവുകയാണ്. കർത്താവ് ഒരു വചനം തരികയാണ്, ഫിലിപ്പി 4:19. അതെ പ്രിയപ്പെട്ടവരെ, പുൽക്കൂട്ടിലെ ഈശോ അതാണ്. എന്റെ ദൈവം തന്റെ മുഖത്തെ സംബന്ധിച്ച് യേശുക്രിസ്തുവിന് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. അതെ, എല്ലാം തരുന്ന ഈശോ, എല്ലാം തരുന്ന ഈശോ നമ്മുടെ മധ്യത്തിലുണ്ട്. 2 കൈകൾ നീട്ടിപ്പിടിച്ച് വിളിച്ച മക്കളെ ഈശോയെ എന്ന് വിളിക്കട്ടെ. ഈശോ 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 ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുടുംബങ്ങളെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, വ്യക്തി ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, പാപമോചനത്തിന്റെ വലിയ അഭിഷേകം കർത്താവേ വലിയ മക്കളിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുതാപത്തിന്റെ വരം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്നെ സ്വീകരിക്കാൻ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ 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 ഈശോ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. മഹത്വം 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 മഹത്വം. ഈശോ ഇങ്ങനെ കാണിക്കുകയാണ്. ന്റെ മുമ്പിൽ നിൽക്കുന്ന ഈശോയെ ദർശനത്തിൽ കാണിക്കുന്നുണ്ട്. അതികഠിനമായ മനോവേദന അനുഭവിക്കുന്ന ചില വ്യക്തികളെ ഈശോ പ്രത്യേകം എടുത്ത് കാണിക്കുക. അതാണ് അതിന്റെ അർത്ഥം. വ്യാഖ്യാനിക്കുവാണെങ്കിൽ നമുക്ക് അതിന്റെ അർത്ഥം അതാണ്. അതായത് നിന്റെ വേദന ഈശോ ഏറ്റെടുത്ത് പ്രിയപ്പെട്ട മക്കളെ സമർപ്പിച്ച് എന്ത് കണ്ണുനീരോടെ ഈശോയ്ക്ക് കൊടുക്ക്. അവന് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ? ജെറമ്യ 32:27. ഞാൻ സകല മക്കളുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ? കണ്ണുകൾ അടച്ച് നിന്റെ അടുത്തോട്ട് ഈശോ നിന്നിട്ട് ഈശോ നിന്നോട് പറയുകയാണ്, എനിക്ക് കഴിയാത്തതായി എന്താണുള്ളത് മകനെ, എന്താണുള്ളത് മകളെ? ഈശോ ചോദിക്കുകയാണ്. ഈശോയെ, എന്നെ കൈ പിടിക്കണേ എന്ന് ഒന്നുള്ളിലേക്ക് പ്രാർത്ഥിക്കും. പൊട്ടിക്കേറിയ കുടുംബ ജീവിതങ്ങളാകാം, പൊട്ടിക്കേറിയ സ്വകാര്യ ജീവിതത്തിന്റെ ദുഃഖങ്ങളാകാം, ജീവിതത്തിൽ മറ്റാരോടും പറയാൻ പറ്റാത്ത പല മേഖലകളാകാം, തകർന്നു പോയിരിക്കുന്ന ജീവിത സാമ്പത്തിക മേഖലയാകാം, കടബാധ്യതകളാകാം. പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല, ഒരു ജോലിയില്ല,
സമാധാനമില്ല, ഭർത്താവ് മനസ്സിലാക്കുന്നില്ല, ഭാര്യ മനസ്സിലാക്കുന്നില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ്. വാടക വിട്ട് കിടക്കാൻ നോക്കിയിട്ട് നാളുകളേറെയായി. ഒക്കെ ഈശോയ്ക്ക് സമർപ്പിക്കുക. ഈശോ തരും മക്കളെ, ഈശോ തരും, ഈശോ തരും. മക്കളെല്ലാം ഒരിക്കൽ കൂടി 2 കരങ്ങളും ഉയർത്തി മതിമറന്ന് ഈശോയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പ്രിയപ്പെട്ട ഈശോയെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ വലിയ പ്രകാശം തരികയാണ്. ഹൃദയങ്ങളെ ഈശോ വിശുദ്ധീകരിക്കുകയാണ്. കർത്താവെ സ്തുതിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു. കർത്താവെ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി. സാധിക്കുമെങ്കിൽ ആരെങ്കിലും പാട്ടുകാരുണ്ടെങ്കിൽ ഒരു ആരാധനയുടെ ഗാനം കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ദിവ്യകാരുണ്യ ഈശോയെ ഒന്ന് ആരാധിച്ച് പാടി പ്രാർത്ഥിച്ചേ. കർത്താവിന്റെ കൃപ നിറയട്ടെ നമ്മുടെ ജീവിതങ്ങളിൽ. ആരും ആരെയും ശ്രദ്ധിക്കണ്ട. ദിവ്യകാരുണ്യ ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്ന സമയമാണ്. ഗോഡ്വിൻ ബ്രദറെ ഉണ്ടോ ലൈനില്? ഒന്ന് പാട്ട് പാടാമോ? ആരാധനയുടെ ഒരു പാട്ട് പാടാമോ? ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കുന്നീ കാഴ്ചകൾ അവിരാമം ഞങ്ങൾ പാടാം. ആരാധന ആരാധന നാഥ ആരാധന 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 നാഥ ആരാധന. പരിശുദ്ധമായ ഈ സമയം കർത്താവിന്റെ പക്കലേക്ക് ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് ശരീരത്തിൽ രോഗമുള്ള എല്ലാ മക്കളും തങ്ങളുടെ ശരീരങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. കർത്താവെ, ശരീരത്തിൽ പീഡയേറ്റ ഞങ്ങൾ ഈ സമയം രോഗികള് മരുന്ന് എത്ര കഴിച്ചിട്ടും മാറാ രോഗത്തിനടിമപ്പെട്ട അനേകം ജീവിതങ്ങള്, ഈശോയെ വേദന സഹിച്ചും ജോലി ചെയ്യേണ്ട അവസ്ഥയിലായിരിക്കുന്ന അനേകം ജീവിതങ്ങള്, ഈശോയെ എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ്. ഓരോ വ്യക്തികളെയും ഈശോയെ നീ ഒന്ന് തൊടണേ. പ്രിയപ്പെട്ട മക്കളെ, രോഗമില്ലാത്തവർ രോഗമുള്ളവർക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കട്ടെ. രോഗമുള്ളവർ ഈശോയുടെ കരുണ നിന്നെ ഇന്ന് തൊടും. കർത്താവിന്റെ മഹത്വം കണ്ടെത്തുന്ന വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു. കർത്താവേ നന്ദി, ആരാധന. സാമ്പത്തിക മേഖലകളെ കർത്താവിന് സമർപ്പിക്കട്ടെ. എല്ലാ മക്കളും സാമ്പത്തിക മേഖല ഈശോയ്ക്ക് സമർപ്പിക്കുക. കർത്താവെ, 5 അപ്പത്തെ ഇരട്ടിയാക്കി മാറ്റി അങ്ങയുടെ കരങ്ങളിലേക്ക് ഇതാ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എടുത്തു വെക്കുകയാണ്. കർത്താവിന്റെ തൊളവീണ കരങ്ങളിലേക്ക് നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളെ സമർപ്പിക്കും മക്കളെ. അവനറിയാം നമ്മളെ കുറിച്ച് വ്യക്തമായി ഈശോയ്ക്ക് അറിയാം. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഈ കുറവുകളിലേക്ക് ഈശോയെ നീ കടന്നു വരണമേ, നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന ഈശോയെ ആരാധന.
ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, 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 എല്ലാ സഹനങ്ങളും കാഴ്ചവെച്ച്, എല്ലാ തകർച്ചകളും കാഴ്ചവെച്ച് സ്തുതിച്ച മക്കളെ കൃപ നിറയട്ടെ. ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം, 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 മഹത്വം. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. നമ്മുടെ എല്ലാ അവസ്ഥകളും ഈശോയ്ക്ക് സമർപ്പിക്കാം. എല്ലാം ഈശോയ്ക്ക് കൊടുത്ത് ഈശോ തന്ന എല്ലാ കൃപകൾക്കും നമുക്ക് നന്ദി പറയാം. ഈശോയെ, പാപികളായ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളും നിനക്ക് തരികയാണ്. സ്വർഗത്തിന്റെ മുഴുവൻ മഹത്വവും കർത്താവെ അടിയങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എല്ലാ സ്തുതിയും എല്ലാ ആരാധനയും എല്ലാ മഹത്വവും അങ്ങേക്ക് മാത്രം, നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. അച്ഛന്മാരാജിലൂടെ ആശീർവാദം വല്ലതും തരുമോ? പരിശുദ്ധ കുർബാനയുടെ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മത്തിനു നീ മോചനമേകി. കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് മുട്ടുമേ നിന്നുകൊണ്ട് ഇരു കരങ്ങൾ ഉയർത്തി ഈശോയെ ഒന്ന് സ്തുതിച്ച് വിളിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരും മൈക്കുകളൊക്കെ ഒന്ന് ഓണാക്കിക്കൊണ്ട് സർവശക്തിയോടുകൂടി ഒന്ന് വലിയൊരു അഭിഷേകം ഉണ്ടാകുവാൻ വേണ്ടി ആഴ്ച വെച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കണം, 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 സ്തുതിക്കണം. വലിയൊരു അഭിഷേകമായി മാറട്ടെ. അഭിഷേകമായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കണം, സ്തുതിക്കണം. ആരാധന, 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 ആരാധന. കർത്താവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യമേ എന്നും ആരാധന. വിശുദ്ധ പരമമാ കാരുണ്യമേ എന്നും പരിശുദ്ധ പരമമാം കാരുണ്യമേ ആരാധന, 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 ആരാധന. യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ഒരുക്കിയ ഈ നല്ല ദിവസത്തെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ ഒരുക്കിയ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയാം. പരിശുദ്ധ അമ്മ നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നു. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടിയിട്ട് ശക്തമായി മാധ്യസ്ഥം പ്രാർത്ഥിക്കുകയും ഈ ശുശ്രൂഷയിൽ ഉടനീളം ഉണ്ടാവുകയും ചെയ്തതിനെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയോട് നന്ദി പറയാം. നമ്മുടെ സമർപ്പണത്തിന്റെ കുറവുകളോ നമ്മുടെ പ്രാർത്ഥനയുടെ കുറവുകളോ നമ്മുടെ വിശുദ്ധിയുടെ മേഖലയിലുള്ള കുറവുകളോ ഒന്നും പരിഗണിക്കാതെ അമ്മ നമ്മുടെ കുറവുകളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട്
നിറവുകളാക്കി മാറ്റിയതിനോർത്ത് പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് നന്ദി സൂചകമായിട്ട് ഒരു നന്മ നിറഞ്ഞ മറിയം ചൊല്ലി കാഴ്ചവെക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം വളരെ ശക്തമായ ദൈവവചന സന്ദേശമായിരുന്നു നമ്മൾ സിസ്റ്റർ ആൻമരിയയിലൂടെ നമ്മൾ കേട്ടത്. വീഡിയോ ഓണായിരിക്കുന്നവർ ദയവായിട്ട് വീഡിയോ ഓഫ് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവർ വീഡിയോ ഓഫ് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വളരെ ശക്തമേറിയ ഒരു വചന സന്ദേശമായിരുന്നു ഇന്ന് നമുക്ക് ആൻമരിയ സിസ്റ്ററിലൂടെ നമുക്ക് ലഭിച്ചത്. നമുക്കറിയാം സിസ്റ്റർ വളരെ ശക്തമായിട്ട് ദൈവവചനം പ്രഘോഷിച്ചെങ്കിലും സിസ്റ്റർ അനുഭവിച്ച ഒരു പീഡ സിസ്റ്റർ കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുന്നേ സിസ്റ്റർ പങ്കുവയ്ക്കുകയുണ്ടായി. സിസ്റ്റർ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ, ശാരീരിക അസ്വസ്ഥതകളിലൂടെയൊക്കെ കടന്നു പോയിട്ടാണ് സിസ്റ്റർ ഇത്രയും ശക്തമായിട്ട് വചനം പറയുവാനായിട്ട് കടന്നു വന്നത്, ദൈവം ഉപയോഗിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ആ സിസ്റ്ററിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സിസ്റ്ററിന് ഇത്രയും ശാരീരിക പീഡകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സിസ്റ്റർ ഇന്ന് ഇവിടെ കടന്നു വന്ന് ദൈവവചനം പങ്കുവയ്ക്കുവാനായിട്ട് ഇടയായതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സിസ്റ്ററിന്റെ എല്ലാ ശുശ്രൂഷകളെയും നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. സിസ്റ്റർ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യങ്ങള്, സിസ്റ്ററിന്റെ എല്ലാ നിയോഗങ്ങള്, ദൈവം കർത്താവായ യേശു ക്രിസ്തു സിസ്റ്ററിലൂടെ ചെയ്യാൻ പോകുന്ന വലിയ കാര്യങ്ങളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സിസ്റ്ററിന് വേണ്ടി അതിശക്തമായിട്ട് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മകളെ വചനവുമായി ഞങ്ങളുടെ ഇടയിലേക്ക് ഈ കൂട്ടായ്മയിലേക്ക് കടത്തിവിട്ടതിനെ ഏറെ ശാരീരിക ബുദ്ധിമുട്ടുകളിലൂടെ പോയിട്ടും അവരുടെ പ്രിയപ്പെട്ട മകളെ കടന്നു വന്നുകൊണ്ട് ദൈവവചനം പങ്കുവയ്ക്കുവാൻ, സ്നേഹം, കരുണ പങ്കുവയ്ക്കുവാനായിട്ട് പ്രത്യേകമായി നന്ദി പറയാം. യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മൈക്കോണാകാമോ? ഒരു വാക്ക്. സിസ്റ്റർ പറഞ്ഞു. ഏറ്റവും ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയപ്പെട്ട രതീഷ് ബ്രദറെ, ഏറ്റവും പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളോടുകൂടെ ഇത്രയും സമയം ആയിരുന്നുകൊണ്ട് കർത്താവിന്റെ വചനം എളിയദാസിയായി എനിക്ക് പങ്കുവയ്ക്കാൻ അവസരം തന്നതിനും മാത്രമല്ല ഇത്രയും ശക്തമായൊരു കൂട്ടായ്മയിലേക്ക് എന്നെ ഈശോയുടെ വചനം പറയാൻ ക്ഷണിച്ചതിനും ഞാൻ ഈശോയ്ക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു. അച്ഛൻ പറഞ്ഞ നല്ല വാക്കുകൾ എന്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുമ്പോഴും എനിക്കറിയാം നമ്മൾ എത്രമാത്രം ബലഹീനരാണെന്നും എത്രമാത്രം കുറവുള്ളവരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അച്ഛന്മാരുടെ പൗരോഹിത്യ ജീവിതത്തിന്റെ അഭിഷേകത്തിന് മുമ്പില് നമ്മൾ വെറും ശൂന്യരാണ്. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛന്മാരെ പോലും അതിശയിപ്പിക്കുന്ന വിധത്തിലാണ്, നമുക്കൊന്നുമില്ല, അത് അച്ഛന്റെ വലിയ എളിമയിൽ നിന്ന് അച്ഛൻ സംസാരിച്ചതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിന് അച്ഛന് പ്രത്യേകം നന്ദി. പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കണം. ഈശോ ആഗ്രഹിക്കുന്ന പോലെ ഇവിടെ ശുശ്രൂഷ ചെയ്യാനായിട്ട് ഒരു കൃപ കിട്ടാനായിട്ട് നിങ്ങളെല്ലാവരെയും ഞാൻ ഓർക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയിൽ ഉള്ള ഈ ദിവസങ്ങളിൽ പ്രത്യേകം ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അച്ഛന്മാർക്കും പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും രതീഷ് ബ്രദറിനും 1000 നന്ദി പറയുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.